श्री शुभानंदाय नमः। ओम श्री शुभानंदाय नमः। ओम श्री शुभानंदाय नमः। ओम श्री शुभानंदाय नमः। सर्वात्म संपूर्णन സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ ജാതിയുമില്ല മതവുമില്ല സ്ത്രീ പുരുഷഭേദം ലേശമില്ല സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. അതിനായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീമതി മാനസ ആനന്ദിനെ ക്ഷണിക്കുന്നു. അനുഗ്രഹത്തിൻ നിറകുടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ. കരുണയാലേ എന്നെ കരുതിക്കൊള്ളുക. മധുരമുള്ള തിരുവചനം അകതളിരിൽ അരുളേണമേ. ദുരിത ദുഃഖം മറപ്പിക്കുന്നു രതിസുഖത്തിൽ അഖിലനാഥ പരമാത്മാവേ അകതളിരിൽ വസിക്കണമേ. അഖിലനാഥ പരമാത്മാവേ അകതളിരിൽ വസിക്കണമേ. അനുഗ്രഹത്തിൻ നിറകുടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ.
ഓം ശ്രീ ശുഭാനന്ദായ നമഃ. സർവാത്മസമ്പൂർണനും സർവാത്മരക്ഷകനും സർവലോക സൃഷ്ടിതാവും സർവത്തിൻ്റെയും ഉള്ളറിവായതും ഉൾക്കാമ്പായതും അകമായതും പുറമായതും ഇഹമായതും പരമായതും പരമാത്മാവായതുമായ പരമഗുരുവിൻ്റെ സത്യശുഭാനന്ദ സദ്ഗുരു രൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് 143ാമത് പുണ്യപൂരൻ ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ ഉന്നതമായ ജന്മനക്ഷത്ര സമ്മേളന വേദിയിലേക്കാണ് നമ്മൾ ഭഗവത് കാരുണ്യത്താൽ ഒത്തുകൂടിയിരിക്കുന്നത്. ആത്മബോധോദയ സംഘം ലോകത്തിന് കൊടുക്കുന്ന ഉന്നതമായ അനേക മെസ്സേജുകളുണ്ട്. ജാതിമതങ്ങൾക്കപ്പുറമായി വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറമായി സ്ത്രീ പുരുഷ ഭേദമന്യേ ആത്മാവിലെ ഏകത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാം ഒന്നായി കാണുവാനും എല്ലാത്തെയും ഒന്നുപോലെ സ്നേഹിക്കുവാനും മനുഷ്യ ഹൃദയങ്ങളിൽ അറിവ് നൽകി ബോധം നൽകി സത്യവഴികളിലൂടെ നയിക്കുന്ന ഉത്കൃഷ്ടമായ ആധ്യാത്മിക പ്രസ്ഥാനം. ആത്മബോധോദയ സംഘത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സവിശേഷത ഉത്കൃഷ്ടമായ ദൈവവാഴ്ച ഈ ലോകത്തിൽ എന്നും മാറാതെ നിലനിർത്തിക്കൊണ്ട് അത്യുന്നതമായി മഹാസംഘത്തെ ഈ ഭൂമിയിൽ എന്നും നയിച്ചുകൊണ്ട് ലോകത്തിന് നന്മയേകിക്കൊണ്ട് ആത്മപരമാത്മ ബന്ധത്തെ ആത്മാക്കളിൽ അനുഭവമാക്കിക്കൊണ്ട് എന്നും ശുഭാനന്ദ ഗുരു തന്നെ ഈ ലോകത്തിൽ പ്രത്യക്ഷമായ ഓരോ തിരുശരീരങ്ങളുടെയും വാഴുന്നു എന്നുള്ളതാണ്. തൻ്റെ അറിവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുഭവം കൊണ്ടും വളർത്തിയുയർത്തി ഗുരുരൂപമായി രൂപാന്തരപ്പെടുത്തി ഗുരുവിൻ്റെ വാഴ്ച പ്രത്യക്ഷമായും സമ്പൂർണമായി അത്യുത്കൃഷ്ടമായ മഹാസവിശേഷത ആത്മബോധോദയ സംഘത്തിൻ്റെ പ്രത്യേകതയാണ്, അനുഭവ സത്യമാണ്. ഈ ആക്കുവാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഉത്കൃഷ്ട ജന്മങ്ങളെയും ഉന്നതമായ ഈ മഹാജന്മനക്ഷത്ര മഹോത്സവം ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘത്തിൽ ബന്ധിച്ചു നിൽക്കുന്ന ആത്മലോകത്തിന് അറിവും ആത്മാനന്ദവും പകർന്നുകൊണ്ട് ആത്മശുദ്ധി പകർന്നുകൊണ്ട് ഇതിൻ്റെ 10ാം ദിനത്തിൽ പുണ്യപൂരത്തിൻ്റെ പൂർണ്ണദിനത്തിൽ എത്തി നിൽക്കുന്നു. പൂരമെന്നാൽ പൂർണ്ണം, പൂർണ്ണമെന്നാൽ അത് പരമാത്മരൂപം, അത് ബ്രഹ്മരൂപം. ബ്രഹ്മരൂപത്തെയും ശൈവരൂപത്തെയും വിഷ്ണുരൂപത്തെയും ത്രിഗുണങ്ങളെ ഒത്തുചേർത്തോരോ ശിഷ്യഹൃദയങ്ങളിലും അനുഭവമാക്കുന്ന ബ്രഹ്മവിദ്യാലയം, ബ്രഹ്മസ്വരൂപൻ്റെ ഉന്നതമാകുന്ന അധിവാസ കേന്ദ്രം ശുഭാനന്ദ ആശ്രമം. ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം അറിയിക്കുവാനാണ് ഭഗവാൻ അടിയനെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആത്മബോധോദയ സംഘം ശുഭാനന്ദ ട്രസ്റ്റിൻ്റെ ആദരണീയനായ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അവറുകളാണ്. ആദർശധീരതയോടുകൂടി പരമോന്നതമായി ആദർശത്തെ ലോകത്തിൽ പ്രവർത്തിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും നേതൃത്വം നൽകുന്ന ആദരണീയനായ സ്വാമി ഗീതാനന്ദൻ അവറുകൾക്ക് ഈ ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതമരുളും. അടുത്തതായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഫിഷറീസ് മൃഗ സംരക്ഷണ ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രിയായ ആദരണീയനായ ശ്രീ ജോർജ് കുര്യൻ സാർ അവരുകളാണ്.
കേന്ദ്രത്തിൻ്റെ മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ഡയറി, ന്യൂനപക്ഷ കാര്യങ്ങൾ എന്നീ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്ര സഹമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിയമപഠനം പൂർത്തിയാക്കി പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി അനേകകാലം പ്രവർത്തിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനും റെയിൽവേ സഹമന്ത്രി ശ്രീ രാജഗോപാൽ സാറിൻ്റെ പ്രത്യേക ഡ്യൂട്ടി ഓഫീസറായും പ്രവർത്തിച്ച് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ തൻ്റെ പ്രവർത്തന തീക്ഷ്ണതയെ തെളിയിച്ച് ഇന്ന് നമുക്കായി കേന്ദ്ര സഹമന്ത്രിയായി നിലകൊള്ളുന്നു. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി അപ്രകാരം ഒരു ഉത്കൃഷ്ട വ്യക്തിത്വത്തെ ദൈവം നമുക്ക് തിരഞ്ഞെടുത്തു തന്നു. കൃത്യസമയത്ത് തന്നെ ഇവിടെ സാന്നിധ്യപ്പെട്ട് ഈ സമ്മേളനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറിനെ 143ാമത് ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകളാണ്. കേരള സംസ്ഥാന മന്ത്രിസഭയിലെ മത്സ്യബന്ധന, സാംസ്കാരിക, യുവജന കാര്യങ്ങളുടെ വകുപ്പ് മന്ത്രിയാണ്. സംശുദ്ധ പ്രവർത്തനം കൊണ്ടും പരിപാലന രീതി കൊണ്ടും മലയാളികൾക്ക് വളരെ സുപരിചിതനായ സാമൂഹ്യ പ്രവർത്തകനാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, യുവജനങ്ങളുടെ ശാക്തീകരണം, നാടിൻ്റെ സാംസ്കാരിക വീണ്ടെടുപ്പ് ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മേഖലകളിൽ അതിഗംഭീരമായി പ്രോജ്വലിക്കുന്നു. സംസ്കാര സംരക്ഷണത്തിൻ്റെയും നവോത്ഥാന മൂല്യങ്ങളുടെ പുനഃസ്ഥാപനത്തിൻ്റെയും കാവൽക്കാരനായി അദ്ദേഹം എപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥിരബന്ധുവായ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അവറുകളെ 143ാമത് പൂരജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ ഈ മഹാസമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. കരുണാനിധിയായ പുണ്യതമ്പുരാൻ, ആദർശപുരുഷനായ ഭഗവാൻ ബ്രഹ്മശ്രീ സത്യശുഭാനന്ദ ദേവാനന്ദ തിരുവടികൾ ഈ മഹാസമ്മേളനത്തിലേക്ക് പ്രത്യക്ഷ സാന്നിധ്യം കൊണ്ടും എഴുന്നള്ളത്തുകൊണ്ടും ധന്യമാക്കി തീർക്കുവാൻ ആ തൃപാദങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആശീർവാദ പ്രസംഗത്തിനായി നമുക്കായി ഭഗവാൻ ഒരുക്കി തന്നിരിക്കുന്നത് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ശ്രീ ആനന്ദവനം ഭാരതി മഹാരാജ് അവറുകളാണ്. കഴിഞ്ഞ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ അഭിഷേകം ചെയ്ത 9 മണ്ഡലേശ്വരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. സ്വാമി കാശികാനന്ദഗിരി മഹാരാജിന് ശേഷം മഹാമണ്ഡലേശ്വരാകുന്ന ആദ്യ മലയാളിയാണ്. 13 അഖാഡകളിലൊന്നായ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടാണ് ആനന്ദവനം ഭാരതി അവറുകളെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസ് അക്കാദമിയിൽ നിന്നും മാധ്യമപഠനം പൂർത്തിയാക്കി അനേകകാലം മാധ്യമപ്രവർത്തകനായി പ്രവർത്തിച്ചു. നിയോഗം പോലെ നിയോഗത്തെ മറികടക്കുവാൻ ഒരു അണുവിന് പോലും ഈ പ്രപഞ്ചത്തിൽ സാധ്യമല്ല എന്ന സത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി നിതാ ആധ്യാത്മികതയുടെ പൂർണ്ണതയിൽ അനേക ലക്ഷം സന്യാസിമാരെ നയിക്കുന്ന ഉന്നതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ മഹാമണ്ഡലേശ്വരായി, പ്രധാനിയായി, നായകനായി ഇന്ന് ഈശ്വരൻ നിലനിർത്തിയിരിക്കുന്നു. ആത്മബോധോദയ സംഘത്തിൻ്റെ ഈ പുണ്യഭൂമിയിലേക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ എത്തുകയും ആ ഒറ്റ സന്ദർശനം കൊണ്ട് തന്നെ ആത്മബോധോദയ സംഘം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഉൾക്കാമ്പെന്തെന്നറിയുകയും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാം ആത്മബോധോദയ സംഘം ഇന്ന് നിലവിൽ ഗുരുവിനെ കൊണ്ട് രൂപീകൃതമായി ഈ ലോകത്തിൽ ഈശ്വരപ്രാപ്തി കൈവരിച്ച് ഈ ലോകത്തിന് നന്മ ചെയ്യുന്ന ശിഷ്യപരമ്പരകളുടെ സമ്പുഷ്ടമായ ഭൂമി. ഈ പുണ്യഭൂമിയിൽ വീണ്ടും അദ്ദേഹം പുണ്യപൂരത്തിന് എത്തും എന്ന് ഇങ്ങോട്ട് വാക്ക് തന്ന്, അതുപോലെ തന്നെ ഒരു ദിവസം മുൻപേ തന്നെ ഇവിടേക്ക് എത്തി ഇന്നത്തെ ഈ പുണ്യ ആരാധനയിൽ സംബന്ധിച്ചു. വളരെ വിലയേറിയ വാക്കുകൾ കുറച്ച് സമയം കൊണ്ട്
വളരെ വിലയേറിയ വാക്കുകൾ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഉന്നതമായ മഹാകർമ്മങ്ങൾ ലോകത്തിന് നന്മ ചെയ്യുവാനും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മഹാശക്തിയുടെ അനുഗ്രഹമുണ്ടായി. ഇവിടെ വന്ന അദ്ദേഹം പ്രത്യേകമായ ഈ ഉത്സവ സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം കുറവുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു അതിഥിയായിട്ടല്ല ആതിഥേയനായിട്ടാണ് നിൽക്കുന്നത്. ആ സ്വാതന്ത്ര്യത്വം എനിക്ക് തന്നാൽ മതി. ശുഭാനന്ദ ഗുരുദേവൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേക പരിഗണനയൊന്നും എനിക്ക് വേണ്ട. നിങ്ങളിൽ ഒരാളായി എന്നെ പരിഗണിച്ചാൽ മതി. ഇങ്ങനെ വിശാല ഹൃദയത്തിലൂടെ ഒരു ആത്മീയൻ്റെ ദൃഢതയാർന്ന മനസ്സിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി, ഇതൊക്കെയും നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് അവരുകളെ 143ാമത് പൂരജന്മ നക്ഷത്ര മഹോത്സവത്തിൻ്റെ ഈ മഹാസമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ആശീർവാദ പ്രഭാഷണം നടത്തുന്ന യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രോപൊലീത്ത ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപൊലീത്ത അവറുകൾ, സുറിയാനി ക്രിസ്ത്യൻ സഭയുടെ സാന്നിധ്യവും ശുദ്ധസംഘത്തിൻ്റെ ആത്മീയശ്രീയുമായി നമ്മുടെ മുന്നിൽ തെളിയുന്ന തിരുമേനിയുടെ സാന്നിധ്യം ഈ വേദിക്കൊരു ആശീർവാദമാണ്. മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെയും UK അയർലൻഡ് വിശ്വാസ സമൂഹത്തിൻ്റെയും ആത്മീയ സംരക്ഷകൻ എന്ന നിലയിൽ തിരുമേനി പ്രവർത്തിക്കുന്നു. തിരുമേനിയുടെ വചനങ്ങൾ വിശ്വാസത്തിന് കരുത്തും ആത്മാവിന് ശാന്തിയും നൽകുന്ന പ്രാർത്ഥനയുടെ നിലാവെഴുത്തുകളാണ്. സഭയുടെ ആത്മീയ ചിന്തകൾ പുതിയ തലമുറയിലേക്കും ആധുനിക ജീവിതത്തിലേക്കും എത്തിക്കുന്നതിൽ തിരുമേനിയുടെ ദൗത്യം വളരെ വലുതാണ്. തിരുമേനിയുടെ ആത്മീയത അദ്ദേഹത്തിൻ്റെ നമ്രതയിലുണ്ട്, സ്നേഹഭാവത്തിലുണ്ട്, ആഴമുള്ള ദൈവ അനുഭവത്തിലുണ്ട്. നമുക്കായി ഈ ജന്മനക്ഷത്ര സമ്മേളനത്തെ ആശീർവദിക്കുവാൻ ഇവിടെ സാന്നിധ്യം അരുളിയിരിക്കുന്ന മോർ അന്തിമോസ് മാത്യൂസ് തിരുമേനിക്ക് ആത്മബോധോദയ സംഘത്തിൻ്റെ പേരിലും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുക. മുഖ്യാശംസ നടത്തുന്നത് സ്വാമി നന്ദാത്മജാനന്ദ അവറുകളാണ്. നമ്മുടെ ആത്മബന്ധുവാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ സന്യാസിയും വിശുദ്ധ ദർശനങ്ങളുടെയും സന്മാർഗ സന്ദേശങ്ങളുടെയും സജീവ സാന്നിധ്യവുമാണ്. ശ്രീരാമകൃഷ്ണ ദർശനത്തിൻ്റെ ആഴം ഭാരതീയ ജീവിതത്തിൽ വ്യാപിപ്പിക്കുന്നതിനായി സംസ്കൃത ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ, ഗീതാചിന്തകൾ, രാമകൃഷ്ണ വചനാമൃതം തുടങ്ങിയവയെ ലളിതമായി വ്യാഖ്യാനിക്കുന്നു. പ്രബുദ്ധ കേരളമെന്ന മാസികയുടെ എഡിറ്ററായി വിദ്യാമൃതം പോലെയുള്ള വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ വഴി സാമൂഹ്യ ദൗത്യം ആധ്യാത്മികതയോട് ചേർത്ത് നയിക്കുന്ന അദ്ദേഹത്തെ ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥിരബന്ധുവായ സ്വാമി നന്ദാത്മജാനന്ദയെ 143ാമത് പൂരജന്മ നക്ഷത്ര മഹോത്സവത്തിൻ്റെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ആശംസ അറിയിക്കുന്നത് സ്വാമി തപസ്യാനന്ദൻ അവറുകളാണ്. ആത്മബോധോദയ സംഘത്തിൻ്റെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഉത്കൃഷ്ടമായ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ പൂർത്തീകരിച്ച് സന്യാസപദത്തിലെത്തി ആദർശ കർമ്മത്തിൽ നിറഞ്ഞു നിലകൊള്ളുന്ന സ്വാമി തപസ്യാനന്ദനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഈ ഉന്നതമായ മഹാസമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉന്നതനായ നമ്മുടെ പൊന്നുതമ്പുരാൻ പ്രത്യക്ഷമായി ഈ വേദിയിലേക്ക് എഴുന്നള്ളുകയാണ്. ഉന്നതമായ 143ാമത് പൂരജന്മ നക്ഷത്ര മഹോത്സവത്തിൻ്റെ മഹാസമ്മേളനത്തിലേക്ക് പൂരം പിറന്ന പുണ്യപുരുഷൻ എഴുന്നള്ളുന്നു. എഴുന്നള്ളുക എൻ്റെ അകതളിരിൽ അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ എഴുന്നള്ളുക. അഖിലേശ്വര
കൃതജ്ഞത അറിയിക്കുന്നത് അഡ്വക്കേറ്റ് PK വിജയപ്രസാദ് സാറാണ്. ആത്മബോധോദയ സംഘത്തിൻ്റെ ഉന്നതമായ ആദർശ കർമ്മങ്ങളിൽ ഉള്ളും പുറവുമായി കർമ്മനിരതനായി നിലകൊള്ളുന്നു. ശുഭാനന്ദ ഗുരുദേവൻ ഈ ലോകത്തിലേക്ക് സ്വന്തം ശരീരത്തിൽ വാണിരുന്ന കാലത്ത് അറിയിക്കപ്പെട്ട എല്ലാ ആധ്യാത്മിക ജ്ഞാനങ്ങളെയും ശേഖരിച്ച് പുസ്തകങ്ങളാക്കി ആത്മബോധോദയ സംഘ വിശ്വാസികൾക്ക് ഗുണകരവും അനുഭവകരവുമാകത്തക്ക വിധത്തിൽ ഉപയോഗ്യമാക്കിക്കൊണ്ട് ഉന്നതമായ ആദർശ പ്രവൃത്തിയിലൂടെ ഈ ആദർശത്തിന് സഹായിയായി ആദർശ കർമ്മങ്ങൾക്ക് ഉപകാരിയായി നിലകൊള്ളുന്ന അഡ്വക്കേറ്റ് വിജയപ്രസാദ് സാർ അവർക്ക് ഈ 143ാമത് പൂരം ജന്മനക്ഷത്ര സമ്മേളനത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ സദസ്സിൽ നിലകൊള്ളുന്ന എല്ലാ സന്യാസ പരമ്പരകൾക്കും ഭഗവാന്റെ മുത്തുരത്നങ്ങളും സ്വന്തം ഹൃദയവുമാകുന്ന ഭക്തമിത്രങ്ങൾക്കും ഇവിടെ നിലകൊള്ളുന്ന എല്ലാ സഹോദരന്മാർക്കും നാട്ടുകാർക്കും 143ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിൻ്റെ ഈ മഹാസമ്മേളനത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ഒന്നായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും വിനീതമായ നമസ്കാരം. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളെ നമിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അദ്ദേഹത്തിൻ്റെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സ്വാമി ഗീതാനന്ദൻ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ സജിച്ചെറിയാൻ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികൾ, ആശീർവാദ പ്രഭാഷണം നടത്തുന്ന മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പോലിത്ത, സ്വാമി നന്ദാനന്ദ, സ്വാമി തപസ്യാനന്ദൻ, ശ്രീ PK വിജയദാസ്, സ്വാമി വിവേകാനന്ദൻ, പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാർ, ഇങ്ങനെയുള്ള എല്ലാ സമ്മേളനങ്ങളിലും വരുന്ന അവസരത്തിൽ ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഗുരുനാഥനിൽ നിന്നാണ്. ഭാരതീയമായിട്ടുള്ള വിശ്വാസങ്ങളുടെ പൊരുള്, ആത്മീയതയുടെ പൊരുള് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് ഋഷിതുല്യനായിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ O രാജഗോപാലൻ. ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൽ നിന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായിയായി. ഓഫീസർ റോഡ് സ്പെഷ്യൽ ഡ്യൂട്ടി എന്നായിരുന്നു ഒഫീഷ്യൽ നെയിം. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ആചാര്യൻ വന്നു. ആ ആചാര്യൻ ഇസ്ലാം മതത്തിൽപ്പെടുന്ന ഒരു ആചാര്യന്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം തനിയെ ചെയ്യുന്നത് കൊണ്ടു, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എങ്കിൽ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നത് കണ്ടു, വഴക്ക് പറയുന്നത് കണ്ടു. സാധാരണ സംഭവിക്കാത്ത കാര്യം.
അദ്ദേഹം വന്ന് തിരിച്ചു പോയപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, രാജേട്ട എന്തു പറ്റി? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു തന്നത്, ആചാര്യന്മാർ വെറുതെ ആചാര്യന്മാരാവില്ല. ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ അവർ ആചാര്യന്മാരാകുകയുള്ളൂ. ദൈവം നിശ്ചയിച്ചാൽ മാത്രമേ അവർ ആചാര്യന്മാരാകുള്ളൂ. നമ്മളെല്ലാം മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്. അവരിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് അവർക്ക്. അതുകൊണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസികൾ സ്വയം മറ്റുള്ളവരുമായിട്ട് ബഹുമാനിക്കുക, അതായത് പരസ്പരം ദൈവവിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അത് ദൈവാരാധനയാണ്. ആദ്യം പറഞ്ഞ ഭാഗം എനിക്ക് മനസ്സിലായി. ദൈവവിശ്വാസികൾ ഏത് മതത്തിലായാലും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അത് ദൈവാരാധനയാണ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ ഒന്നും മനസ്സിലാതെ ആക്കാതെ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവപ്രീതിക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവപ്രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, നീ പറയുന്നു നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ഞാൻ പറയുന്നു എൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. പക്ഷേ നമ്മൾ രണ്ടുപേരും എല്ലാവരും പറയുന്നുണ്ട് ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദൈവം നിന്റെ ദൈവമായാലും എൻ്റെ ദൈവമായാലും ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും? തൻ്റെ സൃഷ്ടികളെല്ലാം, തൻ്റെ മക്കളെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ആ ദൈവത്തിന് സന്തോഷമുണ്ടാകും, ദൈവപ്രീതി ഉണ്ടാകും, ആ ദൈവത്തിന് പ്രീതിയുണ്ടാകും. അതാണ് ദൈവാരാധന എന്ന് ഞാൻ പറഞ്ഞത്. ആ ദൈവത്തിന് പ്രീതി ഉണ്ടാകുന്ന അവസരത്തിൽ അനുഗ്രഹമുണ്ടാകും എന്ന് പറഞ്ഞു. വർഷങ്ങളോളം മനനം ചെയ്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അവസാനം ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഒരു ദൈവത്തിന് നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പേരുകളിട്ട് വിളിക്കുകയാണ്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് എല്ലാ ദൈവവിശ്വാസികളും പറയുന്നു. എൻ്റെ ദൈവം ശരി, മറ്റവൻ്റെ ദൈവം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരേ ദൈവത്തിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഇട്ടിരിക്കുന്നത്, നമ്മളെല്ലാം പേരിട്ട് വിളിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ വന്ന അവസരത്തിൽ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, ഗുരു ശിവാനന്ദ ഗുരു തിരുവടികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എവിടെ നിന്നാണ് സ്വർഗവും നരകവും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേർത്തത്. നമ്മളിൽ നിന്നാണ്, എന്നിൽ നിന്നാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിൽ നിന്നാണ്. ഞാൻ നല്ലത് ആഗ്രഹിച്ചാൽ, ലോകത്തിന് മുഴുവൻ നല്ലത് ആഗ്രഹിച്ചാൽ, ഈ മാനവ ജനതയ്ക്ക് മുഴുവൻ നല്ലത് ആഗ്രഹിച്ചാൽ എനിക്ക് സന്തോഷമുണ്ടാകും. ഞാൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ദുഃഖമുണ്ടാകും. നരകമായിട്ട് മാറും, മറ്റത് സ്വർഗമായിട്ട് മാറും. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന നമ്മുടെ ചിന്താഗതിയുടെ അടിസ്ഥാന മൂല്യം അതല്ലേ? എല്ലാ ചരാചരങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അതല്ലേ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? അല്ല എങ്കിൽ മറ്റതല്ലേ നരകത്തിലേക്ക് നയിക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ചിന്തയെ ഞാൻ നമിക്കുകയാണ്. എൻ്റെ ഗുരുദേവൻ പറഞ്ഞതുപോലെ, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതുപോലെ എല്ലാ ദൈവങ്ങളുടെയും ഭാഗമായിട്ട് ആ ഗുരുദേവനെ മനസ്സിലായി. എന്നിൽ ദൈവാംശമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാനും നീയും ഒന്നാണ്. അദ്വൈതത്തിന്റെ പൊരുള് അദ്ദേഹത്തിന് മനസ്സിലായ അവസരത്തിൽ അദ്ദേഹം ഗുരുദേവനായിട്ട് മാറി, ദൈവത്തിന്റെ ഭാഗമായിട്ട് മാറി, ദൈവമായിട്ട് മാറി. ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആരാധിക്കണം. ആ പൊരുൾ ഞാൻ മനസ്സിലാക്കുന്നു.
അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളെ നമിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശുഭാനന്ദ ഗുരുദേവൻ്റെ 143 പൂരം ജന്മനക്ഷത്ര മഹാമഹം ജന്മനക്ഷത്ര സമ്മേളനത്തിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 10 ദിവസം ആത്മീയ പ്രഭാഷണങ്ങൾ കൊണ്ടും ഗുരുദേവൻ്റെ ആദർശ സബരി കൊണ്ടും ഒട്ടേറെ ശുഭകരമായ മുഹൂർത്തങ്ങൾക്ക് വേദിയായ 10 ദിവസമാണ് കടന്നുപോയത്. നമ്മളെല്ലാവരും മനുഷ്യരുടെ നിലയിൽ ഒന്നായി ജീവിക്കണമെന്നാണ് എല്ലാ ഗുരു പരമ്പരയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കാലം മാറി വളർന്നു വരുന്നതിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും പകയും വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ അശാന്തിയും പടരുകയാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് പറയുമ്പോൾ തന്നെ ജാതിയുടെ പേര്, മതത്തിൻ്റെ പേര്, ലിംഗവ്യത്യാസം, വർഗവ്യത്യാസം, വർണ്ണവ്യത്യാസം, ഇതെല്ലാം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന പ്രക്രിയകൾ സമൂഹത്തിൽ അതിശീഘ്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. 69 വർഷത്തെ ആധ്യാത്മിക ജീവിതം കൊണ്ട് ആത്മബോധത്തിൻ്റെ പടികളിലേക്ക് സാധാരണക്കാരെ ഉയർത്താൻ ഗുരുദേവന് സാധിച്ചു. പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാലം മാറി സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം ലോകത്തിന്, മനുഷ്യ കുലത്തിന് പകർന്നു നൽകാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് ശുഭാനന്ദ ഗുരു. ശ്രീനാരായണ ഗുരു മുന്നോട്ട് വച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയം ഏറ്റവും ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയ ഗുരുനാഥനായിരുന്നു ശുഭാനന്ദ ഗുരു. ആ ഒരു കാലയളവ് ജാതി വ്യത്യാസം
കൊടികുത്തി വീണ ഒരു കാലം. ആ ഒരു കാലഘട്ടത്തിൻ്റെ നേർസാക്ഷിയായി ജീവിക്കാനും ജാതി വിവേചനത്തിനെതിരെ ശക്തമായ നിലപാടുകളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കെട്ടിപ്പടുക്കാൻ ശുഭാനന്ദ ഗുരുദേവൻ മുഖ്യ പങ്കാണ് നിർവഹിച്ചത്. അദ്ദേഹം പ്രവർത്തിച്ചത് അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലായിരുന്നു. തനിക്ക് ലഭ്യമായ അറിവുകൾ, തൻ്റെ കഴിവ് അവശ ജനവിഭാഗത്തിന് പകർന്നു നൽകി അവരെ പൊതുധാരയിലേക്കും മനുഷ്യ സമൂഹത്തിൻ്റെ മുഖ്യ വേദികളിലേക്ക് ഉയർത്താനാണ് ശുഭാനന്ദ ഗുരുദേവൻ പരിശ്രമിച്ചത്. അദ്ദേഹം ഒരു ജനതയെ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കുമെല്ലാം അതീതമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുകയും എല്ലാ മനുഷ്യനെയും ഒന്നായി കാണുകയും എല്ലാവരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക വഴി ഗുരുവിൻ്റെ പാത എന്താണെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തു. അതിൻ്റെ ഭാഗമായി വലിയൊരു ശിഷ്യ സമൂഹം ഇന്ന് ശുഭാനന്ദ ഗുരുവിൻ്റെ ജീവിത പ്രക്രിയയുടെ ഭാഗമായി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായി എന്നത് അഭിമാനകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ശിഷ്യഗണത്തിൽ ഇന്ന് ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചെങ്ങന്നൂരിൽ ഈ ധന്യമായ ആത്മീയ ഭൂമിയിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവൻ, അല്ലെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം നമ്മളെല്ലാം വിളിക്കുന്ന അമ്പോറ്റി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത്ര വലിയൊരു ശിഷ്യ സമ്പത്തും ആ സമ്പത്തിലൂടെ സമൂഹത്തിലേക്ക് ഗുരുദേവൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെയും ഏറ്റവും അഭിമാനത്തോടെ ചെങ്ങന്നൂരുകാരൻ എന്ന നിലയിൽ ഞാൻ കാണുന്നു. ആ കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരെല്ലാം അന്യരല്ലെന്നും ആത്മാവിൽ എല്ലാവരും തുല്യരാണെന്നും അന്യമായി തോന്നുന്നുവെങ്കിൽ അത് അറിവുകേടാണെന്നും ദൈവസൃഷ്ടിയിൽ ഏവരും തുല്യരാണെന്നുമാണ് ശുഭാനന്ദ ഗുരു നമ്മെ പഠിപ്പിച്ചത്. ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും അടിമത്തവും തൊട്ടുകൂടായ്മയും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും ശുഭാനന്ദ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു. ഗുരുവിൻ്റെ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തിരികെടാതെ കാത്തു സൂക്ഷിക്കുന്ന മഹത്തായ സാഹോദര്യവും മതേതര മൂല്യങ്ങളും നമുക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജാതിയും മതവും വർഗീയതയും നമ്മുടെ ഇടയിൽ ഭിന്നിപ്പിൻ്റെ സ്വരം ഉയർത്താൻ ഒരിക്കലും അനുവദിച്ചു കൂടാ എന്ന കാര്യം ഗുരുവിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ തീവ്രവാദത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. തീവ്രവാദം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്തും ശക്തിയും നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിക്കേണ്ട സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തീവ്രവാദം ശക്തിപ്പെടുന്നത്? മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഞാൻ പറഞ്ഞ ബോധങ്ങൾ, ആ തെറ്റായ ബോധങ്ങൾ, അതിനെ ആട്ടിപ്പുറത്താക്കാൻ കഴിയുന്ന മനുഷ്യത്വവും മാനവികതയും സ്നേഹവും ധാർമ്മികതയും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരു തീവ്രവാദത്തിനും രാജ്യത്തെ തൊടാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പിച്ച് ഈ അവസരത്തിൽ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി അത്തരം കാര്യങ്ങളെ നേരിട്ട് കനത്ത തിരിച്ചടി നൽകി പരാജയപ്പെടുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്.
ആത്മീയതയിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും നിങ്ങളൊക്കെ എത്രയോ അറിവും അവഗാഹമുള്ള പണ്ഡിതന്മാരാണ് ഒരുപക്ഷെ വേദിയിലും സദസ്സിലുമുള്ളത്. ഇന്ന് മതത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും വല്ലാത്ത തരത്തിൽ വിഷം കലർത്തുന്ന ഒട്ടേറെ ആശയങ്ങളും സന്ദേശങ്ങളും കടന്നു വരുന്നതായി നാം കാണുന്നു. ഇതിലൊന്നും നമ്മൾ വീണു പോകാൻ പാടില്ല. എന്താണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മുടെ ഗുരുസ്ഥാനിയർ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും വിവിധ ആചാരങ്ങളും വിവിധ വേഷങ്ങളും വിവിധ ഭാഷകളും കൂടിച്ചേർന്നതാണ് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നൽകുന്ന കെട്ടുറപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നത് എക്കാലവും നമുക്ക് പ്രചോദനമായിരിക്കണം. ബഹുസ്വരതയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര. എല്ലാ വ്യത്യസ്തതകളെയും സ്വീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എൻ്റെ രാജ്യമെന്ന് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അഭിമാനത്തോട് പറയാൻ നമുക്ക് കരുത്തുണ്ടാകണം. അതാണ് ഈ ഗുരുവിൻ്റെ ദിവസം നമുക്ക് പുതുക്കിയെടുക്കാനുള്ളത്. ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞതുപോലെ നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ആണെന്നതിനപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതാണ്. എന്ന് ഇന്ത്യക്കാരെന്ന വികാരത്തിന് മുകളിൽ ജാതിമത വർഗീയ വികാരങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് പല കോണുകളിലും നടന്നു വരുന്നത്. ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ഒന്നായി നിന്ന് പരാജയപ്പെടുത്തേണ്ടത് ഇന്ത്യ എന്ന ആശയത്തോട് കൂടുപുലർത്താൻ നമുക്ക് എപ്പോഴും കഴിയുന്ന ഒരു ഘട്ടമായി നാം കാണേണ്ടതായിട്ടുണ്ട്. ഗുരുവിനെ ഓർക്കുമ്പോൾ നവോത്ഥാന പോരാട്ടങ്ങളെ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തി പോകേണ്ടതായിട്ടുണ്ട്. 100 വർഷം മുമ്പ് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു നാടാണ് കേരളം. അന്ന് കേരളമില്ലായിരുന്നു. മലബാറും തിരുക്കൊച്ചിയും തിരുവിതാംകൂറും അടങ്ങുന്ന 3 പ്രവിശ്യകളായിരുന്ന ഇന്നത്തെ കേരളം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ പ്രോജ്വലമായ സമരം നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് പറഞ്ഞ മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതസമ്മേളനം, സർവമത സമ്മേളനത്തിന്റെ ഒരു നൂറ്റാണ്ട് കൂടി കടന്നു പോവുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് ആരാധിക്കാനും എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും പരസ്പരം സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനും കഴിയാതിരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മുടെ പൂർവികന്മാർ കടന്നുപോയത്. വിദ്യാഭ്യാസം ഒരിക്കലും അവർക്ക് ലഭ്യമായിരുന്നില്ല. വിദ്യാഭ്യസിക്കാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് അത് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് അവരെ എറിഞ്ഞ് കളഞ്ഞ ഒരു കാലത്തിലൂടെയാണ് പൂർവികന്മാർ കടന്നുപോയത്. പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും പഠനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ അത് പാപമാണെന്ന് പറഞ്ഞ് അവരെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് തിരിച്ചുവിട്ട ഒരു കാലത്തിലൂടെയാണ് പൂർവികന്മാർ കടന്നു വന്നത്. അങ്ങനെ ഒരു നാട്ടിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും വാഗ്ഭിടാനന്ദനും ചട്ടമ്പി സ്വാമികളും മന്നത്തു പപ്പനാവനും അടക്കമുള്ള പൊയ്യൽ അടക്കമുള്ള ഒരുപാട് നവോത്ഥാന നേതാക്കന്മാരുടെ പോരാട്ടത്തിന്റെ പരിണിതഫലമാണ് ഇന്ന് കാണുന്ന ഈ മാറ്റം. ഈ മാറ്റത്തിൽ ശുഭാനന്ദ ഗുരുദേവന്റെ പങ്ക് വളരെ വളരെ പ്രധാനമാണ്. അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ പിന്നോക്കം നിന്ന ജാതി വിവേചനത്തിന് ഇരയായ ഒരു വലിയ സമൂഹത്തെ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിക്കുന്നതിൽ മഹാനായ ഗുരു ചെയ്ത ആ ഏറ്റവും വലിയ പ്രവർത്തനം വീണ്ടും വീണ്ടും ഓർക്കാൻ ഇങ്ങനൊരു അവസരം നിർത്തിയത് ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ആത്മീയമായ നമ്മുടെ പ്രചോദനങ്ങൾക്കിടയിൽ നമ്മുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും നമ്മൾ വിസ്മരിക്കരുത്. നാം നേടിയ എല്ലാ മൂല്യങ്ങളെയും നമുക്ക് സംരക്ഷിക്കണം. ഇവിടെ തെറ്റായ ജാതിബോധത്തിലേക്കല്ല നാം പോകേണ്ടത്. കപട വിശ്വാസത്തിന്റെ തന്ത്രങ്ങളിലേക്കല്ല നമ്മൾ പെട്ടുപോകേണ്ടത്.
ആരുടെയും ചട്ടുകങ്ങളാകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ നമ്മളായി മുന്നോട്ട് പോകണം. നാം എല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ വർഷങ്ങളായി ഈ ശുഭാനന്ദ ഗുരുദേവന്റെ ഈ മന്ദിരത്തിലെ വേദികളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇത്ര മതേതരപരമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം പ്രസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാ വ്യത്യസ്തതകളെയും അംഗീകരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്, ഒരു ആത്മീയ കേന്ദ്രമാണ്. തുടരട്ടെ, കൂടുതൽ ധന്യമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കട്ടെ, കൂടുതൽ പ്രചോദിതമായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിന് എല്ലാ പിന്തുണയും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് ഉറപ്പു നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. പുരം പിറന്ന പുണ്യ സദ്ഗുരു എന്നിൽ നിത്യമുദയമായി വാഴണേ. പൂരം പിറന്ന പുണ്യ സദ്ഗുരു എന്നിൽ നിത്യമുദയമായി വാഴണേ. പാരിൽ പ്രകാശമേകും സദ്ഗുരു ആത്മലോകത്തിൻ കാഴ്ചയായി വാഴണേ. പാരിൽ ഉന്നതനാകുന്ന ദൈവം അവതാരമായി വന്ന് ആത്മലോകരക്ഷ ചെയ്യുന്ന ഈ അവതാര വാഴ്ചക്കാലത്ത് പൊന്നുതിരുമേനിയുടെ 143-ാമത് തിരുവവതാര സുദിനം ഇത്ര മനോഹരമായി ഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ആ തിരുനാമത്തിൽ നടക്കുന്ന ഈ ജന്മനക്ഷത്ര സമ്മേളനം അത് ഇത്ര വർണ്ണശബളമായ നിലയിൽ ഇത്രയും മഹത്തുക്കളെ ഒത്തുചേർത്ത് നടത്തുവാൻ അനുവദിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. നമുക്ക് കേന്ദ്രമന്ത്രിയും കേരളത്തിലെ മന്ത്രിയും നമ്മുടെ മഹാമണ്ഡലേശ്വരും നന്ദാത്മജസ്വാമിയും നമ്മുടെ തിരുമേനിയും ഇങ്ങനെ വിശിഷ്ട വ്യക്തികളും കൂടാതെ നമ്മുടെ വേദികളെ പലപ്പോഴും സമ്പന്നമാക്കിയിട്ടുള്ള പല പ്രാസംഗികന്മാരും താഴെയും ഇരിപ്പുണ്ട്. പത്രപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഉന്നതമായ സമ്മേളനം, ഇവിടെ ആർക്കും ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്ത അവസ്ഥയിൽ ഒത്തുചേരാൻ തക്കവിധം ഒരു സാഹചര്യം ഒരുങ്ങിയത് എൻ്റെ ദൈവത്തിൻ്റെ ത്യാഗകർമ്മഫലമാണ്. ഇന്ന് മധ്യാഹ്നത്തിൽ ഒരു ഇന്നലെ വലിയ ഘോഷയാത്ര ഉണ്ടായിരുന്നു, ജന്മനക്ഷത്ര ഘോഷയാത്ര. അത് കഴിഞ്ഞ് ഇന്നൊരു ചെറിയ ഘോഷയാത്ര ഈ ചുറ്റുവളപ്പിൽ കൂടി ഒരു ചെറിയ ഘോഷയാത്ര നടത്തി. അത് കഴിഞ്ഞ് വന്ന് നടന്ന ജന്മനക്ഷത്ര ദിന ആരാധനയിൽ ഞാൻ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യവും ഇത് തന്നെയാണ്. നമുക്ക് മറ്റ് ഭേദബുദ്ധികളൊന്നുമില്ലാതെ ഈ വിധത്തിൽ ഒത്തുചേരാനും ആനന്ദിക്കാനും അവസരമുണ്ടായത് ദൈവത്തിൻ്റെ ത്യാഗകർമ്മ ഫലമാണ്. ദൈവം എന്തിനാണ് ത്യാഗം സഹിച്ചത്, ദൈവം എന്തിനാണ് ത്യാഗിയായി വന്നത്, ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ ആരാധനയിൽ അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആരാധന നടത്തിയത്. അപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കുവാനുള്ളത്, അറിവിൻ്റെ അഗാധതകളിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ളത് ഗുരുവിൻ്റെ മഹത്വം മാത്രമാണ്. ഇപ്പം നമ്മുടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി പറഞ്ഞു, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ ഗുരുവിനെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ഉൾപ്പുളകമുണ്ടായി. കാരണം അതാണല്ലോ പ്രധാനമായി നമ്മൾ നിലനിർത്തേണ്ടത്, ഗുരുത്വം.
ഗുരുവിനാൽ അറിയിക്കുന്ന അറിവ് രൂപാന്തരപ്പെട്ട് ആത്മാവിൽ ആത്മതത്വമായി നിറയുമ്പോഴാണ് ഗുരുത്വം പൂർണ്ണമാകുന്നത്. ഗുരു അറിയിക്കുന്ന അറിവ് നമ്മളത് ഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നു. ജീവിതം ചെയ്യുമ്പോൾ പലവിധ പ്രതിബന്ധങ്ങളുണ്ടാകും. ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ആ അറിവിനെ തന്നെ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച് ജീവിതം ചെയ്യുമ്പോൾ, അത് നമ്മുടെ കർമ്മമായി വരുമ്പോൾ അതിൽ നിന്നൊരു അനുഭവം ഉണ്ടാകും ആത്മാവിൻ്റെ ഉള്ളിൽ, അന്തരംഗത്തിൽ. അങ്ങനെ ഗുരു എന്ന അറിവും ഈ വ്യക്തി എന്ന കർമ്മവും ചേർന്നുണ്ടാകുന്ന അനുഭവം അകതാരിലാകുമ്പോഴാണ് ഗുരുത്വം പൂർണ്ണമാകുന്നത്. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഗുരുത്വം ഗുരുത്വം എന്നൊറ്റ വാക്ക് തന്നെ പറയും. പക്ഷെ ഗുരുത്വം പൂർണ്ണമാകുന്നത് ഇങ്ങനെയാണ്, അറിവ്, കർമ്മം, അനുഭവം എന്ന വ്യവസ്ഥയിലാണ്. ഇവിടെ ഈ ആത്മബോധോദയ സംഘത്തിൽ ഗുരു സ്ഥാപിച്ചിരിക്കുന്ന യഥാർത്ഥ ബന്ധവും ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യവും അതുമാത്രമാണ്. ഓരോരുത്തരെയും ആ അനുഭവത്തിലെത്തിക്കുക. അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ നമ്മൾ തണുപ്പ് അനുഭവിച്ചു എന്ന് പറയും, ചൂടുള്ള സ്ഥലത്ത് പോയാൽ ചൂട് അനുഭവിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉണ്ടായാൽ അത് വളരെ വിഷമമേറിയ അനുഭവം ഉണ്ടായി എന്ന് പറയും. ഇത് ബാഹ്യമായുള്ള അനുഭവമാണ്. ഞാൻ പറഞ്ഞത് അതല്ല. ആന്തരികമായി നിലനിർത്തുന്ന ഒരു അനുഭവമുണ്ട്. അത് എത്തിച്ചേരണമെങ്കിൽ ഈ അറിവ്, യഥാർത്ഥ അറിവ് നമ്മുടെ കർമ്മത്തിലായി വരണം. അവിടെയാണ് നമ്മുടെ പ്രവൃത്തിയുടെ പ്രാധാന്യമിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ കഴിയുന്നതല്ല അത്. ഗുരു എന്താണോ അറിയിച്ചിരിക്കുന്നത് ആ അറിവിൻ്റെ വഴിയെ സഞ്ചരിച്ച്, ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ നേർരേഖയിൽ സഞ്ചരിച്ച്, ഗുരുവാകുന്ന അറിവിനെ മാത്രം ലക്ഷ്യം വെച്ച് യാതൊരു വ്യക്തി താല്പര്യങ്ങൾക്കും ഇടം കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ആദ്യ സമയങ്ങളിൽ തിക്താനുഭവങ്ങൾ, പ്രതിബന്ധങ്ങൾ, വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ പുരാണങ്ങൾ വായിക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന ഭക്തന്മാരെക്കുറിച്ച് അനേകം നമ്മൾ വായിക്കും. ചിലർ വളരെ അത്ഭുതത്തോടു കൂടി വായിക്കും, ചിലർ കണ്ണീരൊഴുക്കിക്കൊണ്ട് വായിക്കും, ചിലർ രസകരമായിട്ട് വായിക്കും. പക്ഷേ ദൈവ തിരുമുൻപിലെ കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ ലോകവശാലുള്ള അനേകം പ്രതിബന്ധങ്ങൾ സ്വാഭാവികമായും മർത്യന്മാർ അനുഭവിക്കേണ്ടി വരും എന്നത് സത്യമാണ്. ഈ അനുഭവങ്ങളിലൂടെ ഗുരു കരുതുന്നത് പ്രകൃതിയാതീതമായ ശക്തിയുടെ പ്രകാശമാകുന്ന ആത്മാവിനെ അതിൻ്റെ പരിപൂർണ ശക്തിയോടും ചൈതന്യത്തോടും കൂടി വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ വീണ്ടെടുക്കലിന് ഗുരുവല്ലാതെ വേറെ ആരുമില്ല. ഗുരു നിത്യപ്രകാശമാണ്, സത്യപ്രകാശമാണ്. ആ സത്യപ്രകാശം ഗുരുവായ അവതാരമായി വന്ന ദിനമാണ് മേടമാസത്തിലെ പൂരം. വീണ്ടെടുപ്പാൻ ലോക സദ്ഗുരുവല്ലാതെ പുരുഷനായിട്ടില്ല ദേവലോകേ. വീണ്ടെടുപ്പാൻ അജ്ഞാനത്തെ നീക്കി വിജ്ഞാനത്താൽ നിത്യം പോറ്റിപ്പുലർത്തും പുരുഷനീവൻ. അതാണ് ഗുരു. സർവ അജ്ഞാനങ്ങളെയും മാറ്റി വിജ്ഞാനത്താൽ സമ്പുഷ്ടമാക്കുന്ന നിത്യപ്രകാശമാണ് ഗുരു. ഗുരു അല്ലാതെ വീണ്ടെടുക്കാൻ മറ്റാരുമില്ല. ആ ഗുരുവിനെ നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ പല നാമങ്ങളിൽ വിളിക്കുന്നു, പല രൂപത്തിൽ ആരാധിക്കുന്നു, പല സമ്പ്രദായങ്ങളിലൂടെ ആരാധിക്കുന്നു. പക്ഷേ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അല്ലാതെ ഒന്നുകൂടിയില്ല. അതിനെ തെളിയിക്കുന്ന അനേകം പുരാണ കഥകളും അതിനെ തെളിയിക്കുന്ന അനേകം ഗുരുവചനങ്ങളും പിന്നീട് ജനിച്ചു വന്ന അനേകം ഗുരു പരമ്പരകളിലൂടെ നടത്തിയ ഉന്നതമായ
തെളിവുകളും ഒക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം മുന്നിൽ മനഃപൂർവ്വം കണ്ണടച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അവനവനിലെ സ്വാർത്ഥത നിറവേറ്റുവാൻ വേണ്ടിയാണ്. നമ്മുടെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്ന നിത്യ വ്രതമാകുന്ന പല സമ്പ്രദായങ്ങളും, നമ്മൾ നിത്യം കാത്തു സൂക്ഷിക്കേണ്ടുന്ന വിശുദ്ധമായ പല സമ്പ്രദായങ്ങളും പകർന്നു കൊടുത്ത ആചാര്യന്മാരുടെ സൗകര്യത്തിന് വേണ്ടി മറച്ചു പിടിക്കപ്പെട്ടു. മുന്നോട്ട് വന്നപ്പോൾ അതെല്ലാം ഇല്ലാതായി. ഇപ്പോൾ വീണ്ടും അപഗ്രഥനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ പുറത്തെടുത്ത് കൊണ്ടിരിക്കുകയാണിപ്പോൾ. അതൊക്കെ ഇനിയും എടുത്തുകൊണ്ടുവരുമ്പോൾ എത്ര പേർ അംഗീകരിക്കുമെന്നും എത്ര പേർ നശിപ്പിച്ചു കളയുമെന്നും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് നിങ്ങളറിയുക, ആത്മബോധമുദിക്കാതെ ഗുരുരൂപത്തെ കാണാൻ കഴിയില്ല. ആത്മബോധം ഉദിക്കണമെങ്കിൽ ആത്മജ്ഞാനം ഗ്രഹിച്ചേ മതിയാവൂ. ആത്മജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ ആത്മനാഥൻ്റെ കാരുണ്യം ഉണ്ടായാലേ മതിയാവൂ. ആ മഹാകാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ആത്മജ്ഞാനങ്ങളെ പണ്ഡിതനാണോ പാമരനാണോ ദരിദ്രനാണോ ധനികനാണോ പെണ്ണാണോ ആണാണോ ഒന്നും നോക്കാതെ, ജാതി മത ഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാതെ തന്നെ, ഒരിക്കലും ഉപദേശം തരുവാനായി ഇഹലോകെ വസിക്കുന്നു. യഥാർത്ഥ ഗുരു അങ്ങനെ തന്നെയാണ്. അത് മാത്രമാണ്, യാതൊരു ഭേദബുദ്ധിയും ഇല്ലാതെ ബോധം പ്രകാശിക്കുന്ന ആ തനിരൂപമാണ് ഗുരുരൂപം. ആ ഗുരുരൂപത്തെ ലോകത്തിൽ ആർക്കും കാണുവാൻ തക്ക വിധത്തിൽ അവതാരമായി വന്ന ഈ സുദിനം ഒരുപക്ഷെ ആത്മബോധോദയ സംഘാംഗങ്ങളല്ലാത്തവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നിയേക്കാം. എല്ലാം തെളിയുന്നതും എല്ലാം അറിയുന്നതും എല്ലാം അംഗീകരിക്കുന്നതും അറിവിൽ കൂടിയുള്ള സഞ്ചാരത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു വൈരുദ്ധ്യതയാണ് തോന്നിക്കുക. ഉദാഹരണത്തിന്, ഞാനും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞു വന്ന ഒരാളാണല്ലോ. ഈ അവസ്ഥകളിലൊക്കെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ജനിച്ചത് ഈ ആദർശത്തിൽ ജീവിച്ച മാതാപിതാക്കൾക്കായതുകൊണ്ട് എനിക്കിതല്ലാതെ മറ്റു കാര്യം കേൾക്കുന്നതേ ഇഷ്ടമല്ലാത്ത ഒരു രീതി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഒന്നിനെയും അംഗീകരിക്കുകയില്ല. ആകെ ഒരു ചെറിയ ഒരു ബന്ധവും ഒരു സ്നേഹവും തോന്നുന്നത് ഇതേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് രീതികളുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് അതിഷ്ടമാണ്. പിന്നെ ശബരിമല ശാസ്താവ് ജാതി മതഭേദമില്ലാതെ ഈ വിധത്തിൽ ആത്മാക്കളെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പം ഇത് രണ്ടും അല്പം ഒരു സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഒന്നിനോടും ഒരു വിരോധഭാവം തന്നെയായിരുന്നു. ഉള്ളത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. പക്ഷേ അറിവിൽ കൂടി വളർന്ന് ഗുരുവിൻ്റെ സാമീപ്യവും ആ ചൈതന്യത്തിൽ നിന്നുള്ള പ്രതികരണവും എൻ്റെ ഉള്ളിലും പുറമേയുമായി ഭവിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വന്നു. ഇപ്പോൾ ആരെ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാലും, ഏതുവിധ ആചാരങ്ങളുമായി വന്നു എന്ന് പറഞ്ഞാലും അതിനെയെല്ലാം ഒന്നുപോലെ ഉൾക്കൊള്ളുവാൻ തക്ക വിധത്തിലുള്ള ബോധം എൻ്റെ ഗുരു എന്നിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എൻ്റെ ഗുരു നൽകിയ സത്യത്തിൽ കൂടി ജീവിച്ചപ്പോൾ എൻ്റെ ആത്മാവിലുണ്ടായ തിളക്കത്താൽ അജ്ഞാനം മാറി ഉൾക്കാഴ്ച ഉണ്ടായതുകൊണ്ടാണ്. കഴിഞ്ഞ സർവജ്ഞാനോത്സവം നടക്കുമ്പോൾ ഒരു മദ്രസയിൽ നിന്ന് വന്ന കുട്ടികൾ അവരുടെ നിസ്കാര സമയമാണെന്ന് അറിയിച്ചു. നമ്മുടെ ആശ്രമത്തിനകത്ത് എല്ലാം സുസജ്ജമാണ്, കയറി ചെയ്തോളാൻ പറഞ്ഞു. അവരതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാനത് വലിയ മഹാകാര്യമായിട്ട് പറയുകയല്ല, കാരണം അവർക്കും പ്രാർത്ഥിക്കാൻ അവകാശം ഇതിനകത്തുണ്ട്. കാരണം നമുക്കിവിടെ ജാതിയില്ല, മതമില്ല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന തത്വം, ഒരു ജാതി മനുജരിൽ സ്ഥാപിക്കുവാൻ ഗുരുനാഥനുദയമായി.
രക്ഷയുമില്ല. അതുകൊണ്ട് അറിവാകുന്ന ഗുരുവിനെ ആശ്രയിക്കുക, അറിവാകുന്ന ഗുരുവിനെ ആരാധിക്കുക, അറിവ് കൊണ്ട് ആത്മാവായി മാറുക. അതാണ് നമുക്ക് ലക്ഷ്യം വെക്കേണ്ടത്. അപ്രകാരം ആത്മാവിനെ അറിഞ്ഞ് ആത്മബോധമുള്ളവരായി ആ ആത്മബോധത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ളവരായി തീരുവാൻ എല്ലാ സത്തുക്കളായ സന്താനങ്ങളെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യപൂരം ഇത്ര ധന്യമാക്കിയ മഹാശക്തിയോട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഉന്നതമായ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് വേദി വിട്ടു പോയവരെയും ഇനി പ്രസംഗിക്കാനായി കാത്തിരിക്കുന്നവരെയും എല്ലാം ഓർത്ത് വീണ്ടും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സത്തുക്കൾക്കും നല്ലത് വരുവാൻ ഈശ്വരൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിൽ വിരാജിക്കുന്ന പരമപൂജനീയനായ അമ്പോറ്റിക്കും മറ്റ് ഗുരുമൂർത്തിമാർക്കും ഈ പുണ്യദിനത്തിൽ ഈ മഹാസ്ഥലിയെ എന്നുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാനായി എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമോ നാരായണപൂർവകമായ നമസ്കാരം. ഭാരതത്തിൻ്റെ സംസ്കൃതി ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത് ഗുരു എന്നുള്ള മഹാശിലയിലാണ്. പരമപ്രധാനമായി എന്താണ് ധർമ്മത്തിൻ്റെ മൂലം? നമ്മൾ ധർമ്മത്തെയാണ് ഏറ്റവും അടിസ്ഥാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ധർമ്മത്തിൻ്റെ മൂലം എന്താണ് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ സംസ്കൃതി നൽകുന്ന ഉത്തരം ശ്രുതി എന്നാണ്. എന്താണ് ശ്രുതി എന്നാണ്? പ്രപഞ്ചസത്യം, പ്രപഞ്ച മനസ്സ് അറിഞ്ഞ, പ്രപഞ്ച സത്യമറിഞ്ഞ മഹാത്മാക്കൾ ശിഷ്യരോട് നേരിട്ട് ഉപദേശിക്കുന്നതാണ്, ഗുരുവാണിയാണ് ശ്രുതി. നമ്മുടെ വേദങ്ങളിലെല്ലാം തന്നെ അത് മന്ത്രത്തെ ദർശിച്ച ഋഷിമാർ എന്നാണ് പറയുക. ആ പരമ്പര, ആ ശ്രുതിയുടെ പരമ്പര, ആ ഗുരുശിഷ്യ പരമ്പര അണമുറിയാതെ അനുസ്യൂതമൊഴുകുന്ന ഈ ഭാരതവർഷത്തിലെ മഹനീയമായ ഒരു തപസ്ഥലിയാണ് ഈ ശുഭാനന്ദാശ്രമം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആശ്രമം സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിലെ ആചാര്യന്മാരുടെ സമാധികളിൽ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ എത്തിയത്. പൂർവ്വപരമ്പരയുടെ പുണ്യം കൊണ്ടാവാം അന്നൊരു പക്കനാൾ ദിനമായിരുന്നു. അതിൻ്റെ ആരാധനകളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഗുരുദേവനിൽ നിന്ന് ഉതിർന്നു വരുന്ന കീർത്തനങ്ങളിലൂടെയുള്ള ഒരു ഉപദേശങ്ങളുടെ പരമ്പരയായിട്ടാണ് ശുഭാനന്ദ പരമ്പര ആ പരമ്പരയുടെ ആശയാദർശങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വിസ്മയകരമായിട്ടുള്ള ഒരനുഭവമായിരുന്നു. ആ കീർത്തനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള, വളരെ നമ്മൾ പാമരൻ എന്ന് പറയുന്നതുമല്ല, അതിലും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ അകത്തേക്ക് പോലും പെട്ടെന്ന് പ്രവേശിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങളിൽ അത്യഗാധമായിട്ടുള്ള തത്വങ്ങൾ, ഉപനിഷത്ത് തത്വങ്ങൾ, വേദതത്വങ്ങൾ എല്ലാം ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന വിധത്തിൽ ഇവിടെ ഉപദേശിച്ചു പോരുകയാണ്. കുറച്ചു മുമ്പ് ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് മാറ്റി തീർക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹം ആ അജ്ഞാനം എന്ന വാക്കുപയോഗിച്ചപ്പോൾ 2 വിരലും, ജ്ഞാനം എന്ന വാക്കുപയോഗിച്ചപ്പോൾ 1 വിരലും.
അത് ബോധപൂർവം ഉണ്ടായതല്ല. കാരണം രണ്ട് എന്നുള്ളത് മാറി ഏകമാണ്, ഒന്നാണ് എന്നുള്ള സത്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അത് ശുഭാനന്ദ ഗുരുദേവനിലൂടെ, ഇപ്പോൾ ഇവിടെ ഞാൻ പ്രകാശനം ചെയ്ത ജ്ഞാനപ്രകാശം, അതൊരു പേജ് മറച്ച സമയത്ത് ആനന്ദജി ഗുരുദേവൻ ആത്മബോധമുണർന്നാൽ അന്യരില്ലാതാകുന്നു എന്നുള്ളൊരു കീർത്തനം പറയുന്നുണ്ട്. അവിടെയും ഇതാണ്, രണ്ടില്ലാതാകുന്നു എന്ന്. നമ്മൾ കോളേജ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അത് ആര് രചിച്ചു എന്നൊന്നും അറിയാതെ കൂട്ടമായിരുന്ന് പാടിയിരുന്ന ഗാനങ്ങളിലൊന്ന് ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം എന്നുള്ള സ്തുതിയായിരുന്നു. അന്നൊന്നും നമ്മളങ്ങനെ ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലല്ല നമ്മുടെ ഒരു കലാലയ ജീവിതമൊക്കെ ആയിരുന്നത്. പക്ഷെ അതിലൊരു ആശയത്തിനോടുള്ള ഒരു താതാത്മ്യം കൊണ്ട് അപ്പം ആ ഒരു ശുഭാനന്ദ ഗുരുദേവന്റെ ധാര അണമുറിയാതെ തിരുശരീരങ്ങളിലൂടെ ദേവാനന്ദ ഗുരുദേവനിൽ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. അതായത് ഗുരുദേവൻ പറഞ്ഞത് തന്നെ ആനന്ദജി ഗുരുദേവന്റെ കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു. ഇവിടെ വളരെ അബോധപൂർവം തന്നെ അജ്ഞാനം രണ്ടാണെന്നും ജ്ഞാനം ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള സത്യമാണ് എന്നുള്ളതും അത് വാക്കുകൊണ്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ അത് അബോധപൂർവം തന്നെ പ്രകടമാകുന്ന ആ ഒരു ഗുരു പരമ്പരയെ നമ്മൾ കാണുക. ശുഭാനന്ദ ഗുരുദേവനെ പോലുള്ള ആളുകൾ, ആ മഹാത്മാക്കളുടെ കാലത്തൊക്കെ വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അന്നത്തെ സാമൂഹിക സാഹചര്യം അങ്ങനെയായിരുന്നു. അത് ഒരു വലിയ മഹത്തായ ധർമ്മത്തിൽ ഇടയ്ക്കേറ്റ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ഇലകളിൽ ഇടയ്ക്കേറ്റ ചില പുഴുക്കുത്തുകൾ പോലെ ചില കാലങ്ങളിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണർന്നു വന്ന്, അത് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ തന്നെ കാലാകാലങ്ങളിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കും, അധർമ്മത്തിന് ഉയർച്ച സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ ചില കാലങ്ങളിലുണ്ടായ അധർമ്മം കൊണ്ട് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇന്ന് നമ്മളെയൊക്കെ ഉപദേശിക്കാൻ വരുന്ന പാശ്ചാത്യ മാതൃകകളെ അപേക്ഷിച്ചുകൊണ്ട് വലിയ ഉന്നതമായ ഒരു സംസ്കൃതിയാണ് ഇവിടെ നിലനിന്ന് പോകുന്നത്. യൂറോപ്പിലൊക്കെ സ്ത്രീകൾക്ക് വ്യക്തി എന്നുള്ള നിലയിലുള്ള പരിഗണന തുടങ്ങിയിട്ട് ഏതാനും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. വോട്ടവകാശം കിട്ടിയിട്ട് ഭാര്യമാരെയൊക്കെ പരസ്പരം വിറ്റുകൊണ്ടിരുന്നൊരു സംസ്കാരമായിരുന്നു അടുത്ത കാലം വരെ ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്നത്. അടിമത്വത്തെ മനുഷ്യരെ ചങ്ങലക്കിട്ട് കപ്പലുകളിൽ കയറ്റി കൊണ്ടുവന്ന് ഓരോ നാട്ടിലും കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തിരുന്നത് ഒരു ആദർശമായി തന്നെ പുലർത്തി പോന്നിരുന്ന സംസ്കാരങ്ങളായിരുന്നു പാശ്ചാത്യ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വളരെ ഉദാത്തമായൊരു സംസ്കൃതിയായിട്ട് നമ്മൾ നിലനിൽക്കുമ്പോഴും ചില കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും വൈദേശികാധിപത്യത്തിൻ്റെ കീഴിൽ തുടർന്നു പോകുന്നൊരു സാമൂഹിക അന്തരീക്ഷമായിരുന്ന കാലഘട്ടത്തിൽ സാമാജികമായിട്ടുള്ള ചില പുഴുക്കുത്തുകളുണ്ടായി. ആ കുത്തുകളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്തത്, അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിച്ചത് ഇതേ ധർമ്മത്തിൻ്റെ കരുത്തിൽ തന്നെ ഉയർന്നു വന്ന ശുഭാനന്ദന ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളായ ആചാര്യന്മാരുടെ അക്ഷീണമായ തപസ്സുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം അതെങ്ങനെയായിരുന്നു, അദ്ദേഹത്തെ പോലുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളൊക്കെ നമുക്കൊരു രണ്ട് തരത്തിൽ ഒരു കെട്ടിനെ മറികടക്കാം. ഒന്നുകിൽ അതിനെ മുറിച്ചു മാറ്റാം, അതൊരുപാട് വേദനകൾ ഉണ്ടാക്കും, സംഘർഷം ഉണ്ടാക്കും. അതിങ്ങനെ ആ സംഘർഷങ്ങളാണ് പിന്നെ തുടർന്നു പോവുക. രണ്ടൊന്ന് വലിയൊരു തപസ്സും പ്രയത്നവും ക്ഷമയും സഹനവും ഒക്കെ വേണ്ടെന്നാണ്. വളരെ മൃദുവായി ആ കെട്ടഴിക്കാം. അങ്ങനെ വേദനയാകുന്ന പ്രയാസങ്ങളാകുന്ന ഒരു കെട്ടുകൾ സഹനം കൊണ്ട്, ഭക്തി കൊണ്ട്, ജ്ഞാനം കൊണ്ട് എങ്ങനെ അഴിക്കാം എന്ന് കാണിച്ചു തരികയാണ് ശുഭാനന്ദ ഗുരുദേവൻ ചെയ്തത്. ആ സ്നേഹത്തിൻ്റെ തുടർച്ച അണമുറിയാതെ ഒഴുകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു മഹാസമ്മേളനം നമുക്കിവിടെ നടത്താൻ കഴിയുന്നത്. കാരണം പല പരമ്പരകളിലും വലിയ ആചാര്യന്മാരുടെ പരമ്പരകൾ തന്നെ പിൽക്കാലത്ത് ശോഷിച്ചു പോകുന്നതും ശുഷ്കമാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ കലർന്നു വരുന്ന പലതരത്തിലുള്ള താല്പര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടത് ആ മഹത്തായ ആദർശം ദുർബലമായി വരുന്നത് സ്വാഭാവികമാണ്. കാലത്തിൻ്റെ ഗതിയിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ശോഷണം സംഭവിക്കാതെ നാൾക്ക് നാൾ ആ ഗുരുദേവൻ തെളിച്ച ജ്യോതി കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നത് നമ്മൾ കാണുന്നത് ആ സ്നേഹമാകുന്ന എണ്ണ കൊണ്ടാണ് ഈ ദീപത്തെ ഗുരുദേവൻ തെളിച്ചു വച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ആ
നാളമാണ് ഓരോ തിരുശരീരങ്ങളിലൂടെയും ഇവിടെ തുടർന്നു പോകുന്നത്. ഗുരുദേവന്മാരുടെ സമീപത്തിരിക്കുമ്പോൾ നമുക്ക് 2 നില സ്വീകരിക്കാം. അതായത് ഒന്ന് ഒരു ഭക്തൻ്റെ നിലയാണ്. അത് അവനവന് ഒരു ഉത്കർഷ, അവനവന് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലയിൽ അതൊരു വലിയ കാര്യമാണ്. ഒരു ആശ്രിതത്വത്തിൻ്റെ ഭാവമാണ് നമ്മൾ ഒരു ഗുരുവിനെ ആശ്രയിക്കുക. രണ്ടാമത്തെ ഒന്ന് ശിഷ്യൻ്റെ നിലയാണ്. ശിഷ്യൻ്റെ നില ഗുരുവിന് നേർക്ക് വരുന്ന പ്രതിബന്ധങ്ങളെ ഗുരുവിന് മുന്നിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന നിലയാണ്. ഗുരുവിനേക്കാൾ മുമ്പ് ആ പ്രതിബന്ധത്തെ, ആ പ്രയാസങ്ങളെ അനുഭവിക്കുന്ന നിലയാണ്. ഗുരുവിൻ്റെ ധർമ്മം കൂടുതൽ ശക്തമായി സമാജത്തിൽ പ്രചരിപ്പിക്കുന്ന, നമ്മുടെ വ്യക്തിജീവിതത്തിൽ പുലർത്തുകയും സമാജത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിലയാണ്. ശുഭാനന്ദ ഗുരുദേവൻ ആനന്ദം എന്നുള്ള ഒരു അവസ്ഥയ്ക്കാണ്, ആ അവസ്ഥയിൽ എത്തിച്ചേരാനാണ് ശിഷ്യരായിട്ടുള്ള നമ്മളോടെല്ലാം തന്നെ ഉപദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ശുഭമായിട്ടുള്ള ആനന്ദം, ആ പേരുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് വേണ്ടത് എന്ന് അനർത്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ആ മഹാപുരുഷൻ നമ്മളെ വഴിതെളിച്ചത് ആനന്ദത്തെക്കുറിച്ച് പാടിക്കൊണ്ട്, ആനന്ദത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ്. ആ പരമമായ ആനന്ദം ഉണ്ടാകുന്നത് പരമമായ അറിവിൽ നിന്നാണ്. ആ അറിവിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് കൊണ്ട് അമ്പോറ്റി കുറച്ച് നേരത്തെ സംസാരിച്ചു. ഗുരുദേവൻ്റെ ആത്മബോധോദയ സംഘം എന്ന് പറയുന്നത്, എങ്ങനെ ആ ആനന്ദത്തിലേക്ക് എത്താം എന്നുള്ളതിന് ആ സംഘത്തിന് തന്നെ പേരിട്ടത് ആത്മബോധം ഉദിക്കുമ്പോഴാണ് ആ ആനന്ദത്തിലേക്ക് എത്തുക എന്നുള്ളത്. ആ ആത്മബോധത്തിലേക്ക് ഉദിക്കുന്നതിനുള്ള മാർഗമായിട്ട് 2 ചിഹ്നങ്ങളെയും മുമ്പിൽ വച്ചിട്ടുണ്ട്. ഒരു അഭൗമമായിട്ടുള്ള സൗരമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശംഖിൻ്റെ ചിഹ്നം. സൂര്യനെ നമ്മുടെ ശാസ്ത്രം കാണുന്നത് അക്ഷരങ്ങൾക്ക് മുമ്പുള്ള ഇതായിട്ടാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് മുമ്പ് നമ്മളിൽ ഒരു ചിന്ത ഉണ്ടാവും. ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു, കൈകൊണ്ട് ഇന്നത് ചെയ്യാൻ പോകുന്നു, ഇന്നത് പറയാൻ പോകുന്നു എന്നൊക്കെ. ആ ചിന്തയ്ക്ക് മുമ്പ് ആ ചിന്ത ഉണ്ടാക്കിയ ഒരു മണ്ഡലമുണ്ട്. ആ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടൊരു മണ്ഡലം, അതിനെയാണ് സൗരമണ്ഡലമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ ആചാര്യന്മാർ വിശദീകരിച്ചത്. ആ സൗരമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ശംഖിനെ ആണ് അതിന് മുമ്പിൽ വെച്ചത്. ഉപശമന എന്നാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ അറിവ് കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾക്ക് ആധാരമാകുന്ന, നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാകുന്ന നമ്മുടെ അക്ഷരത്തെയാണ് സൃഷ്ടിയായിട്ട് പറയുക. നമ്മൾ അക്ഷരം സങ്കല്പിക്കുമ്പോൾ തന്നെയാണ് ഒരു സൃഷ്ടി നടക്കുന്നത്. അക്ഷരരൂപത്തിലാണ് ആ ഒരു ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ നമ്മുടെ ഉള്ളിൽ സങ്കല്പിക്കുന്നത്. അപ്പം ആ എല്ലാ കർമ്മങ്ങൾക്കും ആധാരമായിട്ടുള്ള സൗരമണ്ഡലത്തെ അറിവ് കൊണ്ട് ദീപ്തമാക്കി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ട് കർമ്മത്തെ വിശുദ്ധമാക്കിക്കൊണ്ട് ആ പരമമായ ആനന്ദത്തിലേക്ക് പോകാനാണ് ശുഭാനന്ദ ഗുരുദേവൻ നമ്മെ ഉദ്ബോധിപ്പിച്ചത്. ആ പരമ്പരയാണ് ഇവിടെ തുടർന്നു പോകുന്നത്. അവിടെ ഈ ഗുരുവിൻ്റെ തിരുവവതാര ദിവസം ആ ഗുരുദേവൻ്റെ ധന്യമായ പരമ്പരയെ കൂടുതൽ സാർത്ഥകമാക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട് സാർത്ഥകമാക്കാൻ, നമ്മുടെ ചിന്ത കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ ഈ ശരീരം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ, നമ്മൾ ഇപ്പോഴൊക്കെയാണ് നമ്മൾ കലാരൂപങ്ങളിലൊക്കെ ഭയങ്കര അക്രമവും രോഷവും ഒക്കെ വരുന്നത്. പണ്ട് മംഗളകരമായിട്ടാണ് എല്ലാം അവസാനിക്കുക. നാട്യശാസ്ത്രകാരൻ പറയുന്നുണ്ട് വിക്ഷുബ്ധമായ രംഗങ്ങൾ സ്റ്റേജിൽ കാണിക്കരുതെന്ന്. കാരണം അത് നമ്മുടെ മനസ്സിനെയും വിക്ഷുബ്ധമാക്കും. അപ്പോൾ ഗുരുദേവൻ്റെ എല്ലാ കീർത്തനങ്ങളും ആനന്ദത്തെക്കുറിച്ചും മംഗളത്തെക്കുറിച്ചും അജ്ഞാനത്തെ നീക്കുന്നതിനെ കുറിച്ചും, കാരണം അദ്ദേഹം ആ കഷ്ടപ്പാടുകളും മറ്റുള്ളതിനെ കുറിച്ചൊന്നും അങ്ങനെ പാടിയിട്ടില്ല. അതിനെ ആ ഒരു ഇതിനെ കുറിച്ചിട്ടില്ല, ഭംഗിയെക്കുറിച്ചിട്ടാണ്, ആനന്ദത്തെക്കുറിച്ചിട്ടാണ്. മറ്റൊരു പ്രതിഷേധത്തെക്കുറിച്ചോ പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചോ ഒന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ പണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേജിലെല്ലാം നമ്മൾ മംഗളം പാടി അവസാനിപ്പിക്കും. പഴയ കാലത്തെ സിനിമകളിലൊക്കെ ആണെങ്കിൽ ശുഭം എന്നെഴുതി കാണിക്കും. അപ്പം അതുപോലെ ഗുരുദേവൻ്റെ ആ പരമ്പരയുടെ ഉത്ബോധനങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആ കീർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ഏറ്റവും മികച്ച ജ്ഞാനം നേടി നമ്മുടെ അകത്തെ ശുദ്ധമാക്കി ആത്മബോധത്തെ ഉദയം ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മത്തെ വിശുദ്ധമാക്കി നമ്മൾ ഈ ഭൂമണ്ഡലം വിട്ട് പോകുമ്പോൾ
മംഗളകരമായി പോകുന്ന ഒരു തൃപ്തി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഗുരുദേവൻ നിങ്ങളോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകട്ടെ, തുണയായി നിൽക്കട്ടെ. ഈ പരമ്പര എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മുമ്പിൽ അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143 ജന്മനക്ഷത്ര ആഘോഷവേളയിൽ ഇന്ന് ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ പുണ്യഭൂമിയുടെ ആത്മാവിനെ ഗ്രസിക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചതിൽ ഈശ്വരനോട് ആദ്യമേ നന്ദി പറയട്ടെ. കടന്നു വന്നപ്പോൾ മുതൽ ഒരു ആത്മീയമായ ചൈതന്യം അത് അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു. ആത്മീയമായ ചൈതന്യം ഈ സമ്മേളനത്തിന് കാരണഭൂതനായ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആ വലിയ ജീവിത സാക്ഷ്യം തന്നെ ആണെന്നുള്ളത് സത്യമായ കാര്യവുമാണ്. അനേകം ഗുരുക്കന്മാരുണ്ട്. എന്നാൽ ആ ഗുരുക്കന്മാർ ഗുരുദേവന്മാരാകുന്നത് അവർക്ക് ഈശ്വരൻ്റെതായ വലിയ വെളിച്ചം, ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് അവർ ഗുരുദേവന്മാരാകുന്നത്. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവൻ അപ്രകാരം ഈശ്വരനിൽ നിന്ന് ലഭിച്ചതായ വെളിച്ചം അനേകർക്ക് നൽകിയപ്പോൾ ആ പുണ്യാത്മാവ് ഗുരുദേവനായി മാറി. ഇപ്രകാരം ഒരു കഥ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. ഒരു അന്ധനായ മനുഷ്യൻ നടന്നു വരികയാണ്. സമയം പകൽ അവസാനിക്കാറായി. മുന്നോട്ട് പോകുമ്പോൾ അന്ധനായ മനുഷ്യനെ കാണാതെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടാതിരിക്കാൻ ബുദ്ധിമാനായൊരു മനുഷ്യൻ ഒരു റാന്തൽ വിളക്ക് ഈ അന്ധനായ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. പറഞ്ഞു, നീ നടന്നു നീങ്ങുമ്പോൾ ഇരുട്ടാകുമ്പോൾ നിനക്ക് കണ്ണു കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ റാന്തൽ വിളക്ക് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിന്നെ തട്ടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കുറച്ച് നടന്നു നീങ്ങിയപ്പോൾ അതാ ഒരു മനുഷ്യൻ വന്ന് ഈ അന്ധനായ മനുഷ്യനെ തട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് റാന്തൽ വിളക്ക് താഴെ പോയി. അപ്പോഴാണ് ഈ വന്ന മനുഷ്യൻ ഒരു മനുഷ്യനെയാണ് താൻ തട്ടിയതെന്നും അവൻ്റെ കയ്യിൽ റാന്തൽ വിളക്കുണ്ടായതെന്നും തിരിച്ചറിഞ്ഞു. അന്ധനായ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ സഹോദര, നീ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം കണ്ടില്ലേ? അപ്പോൾ വന്ന മനുഷ്യൻ പറഞ്ഞു, ആ റാന്തൽ വെളിച്ചം കെട്ടുപോയിരുന്നു. കെട്ടുപോയ വെളിച്ചം ഈ അന്ധനായ മനുഷ്യൻ തിരിച്ചറിഞ്ഞുമില്ല. ഒരു വലിയ പാഠം ഇത് നൽകുന്നുണ്ട്. അന്ധതയുള്ളവർക്ക് വെളിച്ചം കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. വെളിച്ചത്തെ തിരിച്ചറിയുവാനും കാഴ്ചയുള്ളവർക്ക് മാത്രമേ വെളിച്ചം ലഭിച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാക്കിയുള്ളൂ. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ അദ്ദേഹത്തിന് ഈശ്വരൻ നൽകിയ വെളിച്ചമാണ് ഈ ലോകത്തിന് പകർന്നു നൽകിയത്. ആ വെളിച്ചം പ്രാപിക്കുവാനായിട്ട് തപസ്സനുഷ്ഠിച്ചപ്പോൾ പ്രകൃതി അദ്ദേഹത്തിന് കാവൽ നിന്നു. ആ വെളിച്ചമാണ് ഇന്നും നമ്മുടെ എല്ലാം ഉള്ളിൽ പരക്കുന്നതും നാളത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വെളിച്ചം പകർന്നു കൊടുക്കേണ്ടവയാണ്. ആ പകർന്നു കൊടുക്കുവാനുള്ള വലിയ ദൗത്യമാണ് ഇന്ന് ശുഭാനന്ദ ഗുരുദേവൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുവാനും ഗുരുദേവൻ്റെ അനുഗ്രഹവചസ്സുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനും ശ്രമിക്കുന്ന ഓരോരുത്തരുമുള്ളത്.
ഈശ്വരൻ ലഭിച്ചതായ വെളിച്ചമാണ് അന്ന് നമ്മുടെ ദേശത്ത് നടമാടിക്കൊണ്ടിരുന്നതായ അജ്ഞതകളെ മാറ്റി വെളിച്ചം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്, ഗുരുദേവന് കഴിഞ്ഞത്. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ദേശത്ത് ഈശ്വരൻ്റെ മക്കളായിട്ട് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുവാൻ ഗുരുദേവന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈശ്വരൻ നൽകിയ വെളിച്ചമുള്ളതുകൊണ്ടായിരുന്നു. ആ വെളിച്ചമാണ് ഇന്ന് ആ ഗുരുദേവൻ നമ്മുടെ കൈകളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കടമ ഈ പകർന്നു നൽകിയതായ വെളിച്ചം അത് കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകണം. അന്ധനായ മനുഷ്യൻ്റെ കയ്യിൽ റാന്തൽ വിളക്ക് കൊടുത്തിട്ട് കാര്യമില്ല. എന്നാൽ ഇരുട്ടുള്ളപ്പോൾ, കാഴ്ചയുള്ളപ്പോഴാണ് റാന്തൽ വിളക്കിൻ്റെ ആവശ്യമുള്ളത്. ശുഭാനന്ദ ഗുരുദേവൻ നമ്മുടെ കയ്യിൽ തന്നത് വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ ഒരു റാന്തൽ വിളക്കാണ്. ആ വെളിച്ചമാണ് ഇന്ന് ഈ ദേശത്തെ പ്രഭാപൂരിതമാക്കിയിരിക്കുന്നത്. 143 വർഷമായിട്ട് ഗുരുദേവൻ്റെ ആ ചൈതന്യത്തിൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെളിച്ചം സജീവമാണെന്നുള്ളതാണ്. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഇവിടെ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ജന്മനക്ഷത്ര ഉത്സവമായ ഈ പൂരം മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് അങ്ങേയറ്റം സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഭാരതീയ ഗുരുപരമ്പരയിൽ ഏറ്റവും പ്രകാശമയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ശുഭാനന്ദ ഗുരുദേവൻ്റെ ജന്മദിനമായ ഈ പൂരം ജന്മനക്ഷത്ര മഹാമഹം അത് ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വരുന്ന ഒരു വഴിയായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഒരു ഗുരുവിനെയും സാധാരണക്കാരെയും വ്യത്യസ്തമാക്കുന്നത് എന്താണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ശുഭാനന്ദ ഗുരുദേവനെ പോലുള്ളൊരു മഹാപ്രകാശം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒരു ഗുരുവിനെയും സാധാരണക്കാരനെയും വ്യത്യാസപ്പെടുത്തുന്ന കാര്യമെന്താണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ഭഗവത്ഗീത അഭിസംബോധന ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ആശയമാണിത്. ഗുരുക്കന്മാർ പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ പകൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയാകുന്നു. നമ്മളുടെ പകൽ, സാധാരണക്കാരൻ്റെ പകൽ ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടാകുന്നു എന്നുള്ള മനോഹരമായ ഒരു ശ്ലോകമാണത്. യാനിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹേ. വളരെ മനോഹരമായ ഒരു ആശയമാണിത്. ഉപനിഷത്തിൻ്റെ ഒരു കാഴ്ചക്കുറുക്കിയ ആശയമാണ് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് ഒരു ദീപം പ്രകാശിപ്പിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ ഈ മഹാപ്രകാശം കൊണ്ട്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാപ്രകാശം കൊണ്ട് നമ്മളും ജ്വലിക്കേണ്ടതുണ്ട്. പുറത്തല്ല,
വിളക്ക് കൊളുത്തേണ്ടത്? പുറത്താണോ നമ്മൾ വിളക്ക് ജ്വലിപ്പിക്കേണ്ടത്? അത് അകത്തുള്ള ജ്വലനത്തെയാണ് അടിസ്ഥാനമാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ബാഹ്യപ്രകാശങ്ങൾ നമ്മൾ സ്വയം ജ്വലിക്കുവാൻ നമുക്ക് പ്രയോജനപ്പെടണം. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ ലോകത്തെ ഉദ്ബോധിപ്പിച്ചത് ആത്മദീപോ ഭവ. ഒരുവൻ അവനവന് തന്നെ പ്രകാശമായി തീരുക, ദീപമായി തീരുക. ഒരാൾ അവനവന് തന്നെ പ്രകാശമായി തീരണം. അതിന് നമ്മളെല്ലാവരും ജ്വലിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ജ്വലിക്കുവാൻ ഏത് തരത്തിലുള്ള തപസ്സാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മളെ കാട്ടിത്തരികയായിരുന്നു ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ശുഭാനന്ദ ഗുരുദേവൻ ആ തപസ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ചെയ്ത കഷ്ടപ്പാടുകൾ എത്രമാത്രമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. പീരുമേടിനടുത്തുള്ള ചിന്തലാറ്റിലാണ് ശുഭാനന്ദ ഗുരുദേവൻ ആ തപസ്സുകൾക്ക് പ്രധാനമായും തുടക്കമിട്ടത്. ഒരു ബുദ്ധനെ പോലെയാണ് അദ്ദേഹം ജ്ഞാനമന്വേഷിച്ച് ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയത്. കോരിത്തരിക്കുന്ന ഒരു ഭാവത്തോടുകൂടി മാത്രമേ ആ ഒരു അനുഭവത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കൂ. ജ്ഞാനോദയത്തിന് ശേഷം ശുഭാനന്ദ ഗുരുദേവൻ ഒരു പ്രകാശമായിട്ട് ഇറങ്ങി വരികയാണ്. ആ പ്രകാശം നമ്മളോട് പറയുകയാണ്, നമ്മളൊക്കെ ജ്വലിക്കേണ്ടവരാണ്. നമ്മളിലൊക്കെയും ജ്വലിക്കുവാനുള്ള ത്രാണിയാണ് അദ്ദേഹം ആത്മബോധോദയ സംഘത്തിലൂടെ പകർന്നു വെച്ചത്. ഓരോരുത്തരും ജ്വലിക്കേണ്ടവരാണ് എന്നുള്ള വലിയ സന്ദേശത്തെയാണ് ശുഭാനന്ദ ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ വെച്ചത്. അത്തരത്തിൽ നാം നമ്മെ തന്നെ അറിഞ്ഞുകൊണ്ട് ജ്വലിക്കുവാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം എത്ര ഭീകരമായി തീരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം ഭീകരതയുടെയും യുദ്ധത്തിൻ്റെയും കൈപ്പിടിയിൽ അമരുന്നത് ഇത്തരത്തിൽ ജ്വലിക്കുവാനുള്ള സാധനങ്ങളില്ലാത്തത് കൊണ്ടാണ്. അവിടെയാണ് ആത്മബോധോദയ സംഘം ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത്. ശുഭാനന്ദ ഗുരുദേവൻ താൻ സ്ഥാപിച്ച സംഘടനയ്ക്ക്, കൂട്ടായ്മയ്ക്ക് നൽകിയ പേര്, അത് ഏറ്റവും മനോഹരമായ പേരാണ്, ആത്മബോധോദയ സംഘം. ലോകത്തിൽ ഒരു സംഘടനയ്ക്കും ഇത്രയും മനോഹരമായൊരു പേരില്ല എന്നുള്ളത് നമ്മളേവരും തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യം. ആത്മബോധോദയ സംഘം. ആത്മബോധം എന്ന് പറഞ്ഞാൽ ഭാരതീയ ഋഷികൾക്ക് പറയുവാനുള്ള ഉപനിഷത്ത് സന്ദേശങ്ങളെ മുഴുവൻ കാച്ചി കുറുകിയാൽ കിട്ടുന്ന മുത്തുമണിയാണ് ആത്മബോധം. ആ ആത്മബോധത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ജ്വലിക്കാനാണ് ശുഭാനന്ദ ഗുരുദേവൻ സമൂഹത്തെ പ്രചോദിപ്പിച്ചത്. അതിന് ഏറ്റവും അനിവാര്യമായ സംഗതി എന്താണ് എന്ന് ഓരോരുത്തരെയും, ഓരോ ശിഷ്യന്മാരെയും ശുഭാനന്ദ ഗുരുദേവൻ പഠിപ്പിക്കുകയുണ്ടായി. ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കണം. ഇതിനെയാണ് ഹരിനാമകീർത്തനം, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നത് ആകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നയണമേ വരദനാരായണായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഒരു മഹാതീർത്ഥാടനത്തിൽ പങ്കെടുത്ത ഒരു ആത്മനിർവൃതിയിലാണ് ഞാൻ. 10 ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടന്നതെങ്കിലും ഇതിൻ്റെ പ്രാരംഭം തുടങ്ങിയിട്ട് ഇന്ന് 21-ാം ദിനമാണ്. ഒരു സന്യാസിയെ സംബന്ധിച്ച് പ്രത്യേക വ്രതം എന്താണ് എന്ന് ചോദിച്ചാൽ, സന്യാസിയുടെ ജീവിതവും നിത്യവ്രതക്കാരനാണ് എന്നുള്ളതൊരു സത്യമാണ്. എങ്കിലും സർവത്തിനും സാക്ഷിയായി നിൽക്കുന്ന സർവേശ്വരനോട് ഈ കർമ്മപരിപാടികൾ വളരെ ശ്രേഷ്ഠമായി പ്രകൃതിക്ക് അനുകൂലമായി നിർത്തിക്കൊണ്ട് നടത്തിത്തരണമേ എന്നുള്ള ഒരു സങ്കല്പവും പ്രാർത്ഥനയുമാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഉണ്ടായത്. അത് പൂർത്തിയാകുന്ന
ദിനം നാളെ പ്രഭാതത്തിലാണ്. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഉത്സവങ്ങളും പരിപാടികളും വിളിക്കപ്പെട്ട ആളുകൾ വന്നു ചേരുമോ എന്നുള്ള ആലോചനകളും ഒക്കെ ആകുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു അന്യചിന്ത ഉണ്ടാകുന്നില്ല. അന്യചിന്ത ഉണ്ടാകുമ്പോഴാണ് മനസ്സ് കലുഷിതമായി തീരുന്നത്. മനസ്സ് കലുഷിതമായി തീരുമ്പോഴാണ് അടുത്തിരിക്കുന്ന സഹോദരനോട് നമുക്ക് കലഹങ്ങൾ ഉണ്ടാവുക. ആ കലഹത്തിൽ നിന്നാണ് പലവിധത്തിലുള്ള പ്രകോപനങ്ങൾ സംസാരത്തിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഉള്ള സമാധാനം കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കലഹങ്ങളും അവസാനിപ്പിച്ച് എല്ലാ മാനസികമായ ശാന്തിയും തേടിയെടുക്കുന്ന ഒരു മഹാസന്നിധിയാണ് ശുഭാനന്ദ ആശ്രമമെന്ന് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഭഗവാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ശാന്തി സ്വരൂപൻ എന്നാണ്. ശാന്തിയുള്ള ഒരാൾക്ക് മാത്രമേ ശാന്തി പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ശാന്തി സ്വരൂപനാകുന്ന ഭഗവത് സന്നിധാനത്തിൽ എത്തി ഭഗവത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അവൻ അറിയാതെ അവൻ്റെ അന്തരംഗത്തിലേക്ക് ഈ ശാന്തി ക്രമേണ വർദ്ധിച്ച് എല്ലാം ഏകമായി കാണുവാനുള്ള അറിവിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. ഞാനും നീയും എന്നുള്ള മത്സരം അവിടെ ഇല്ല. ആ മത്സരം ഉണ്ടാകുമ്പോഴാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം കലഹപ്രിയരായി തീരുന്നത്. ഏകമായ അവസ്ഥയിൽ താത്വികമായി നമ്മളെല്ലാം ആത്മാവിൽ ഏകമാണ് എന്നാണ് ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ പഠിപ്പിച്ചത്. ആത്മാക്കൾ ഏവരും ഒന്നു തന്നെ, ഏകോപിച്ചിടുമ്പോൾ ഒന്നു തന്നെ. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, എല്ലാം ഏകമാണ്. പിന്നെ വ്യത്യസ്തതയുണ്ടായത് എവിടെയെന്ന് ചോദിച്ചാൽ സൃഷ്ടിപരമായി നമ്മൾക്കെല്ലാം ഓരോ ദേഹങ്ങൾ ഈ ആത്മാവിനെ വസിക്കുവാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ആത്മാവിനെ ഈ ഭൂമിയിൽ നിന്ന് ഉദ്ധരിച്ച് ദൈവത്തിലേക്ക് എത്തുവാനും ഒക്കെയുള്ളൊരു ഉപകരണം എന്നുള്ള നിലയിലാണ് ഈ ശരീരത്തെ നമുക്ക്. അപ്പം ശരീരത്തിൽ അതിന് ആനന്ദജി ഗുരുദേവൻ ഒരിക്കലൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി പല പാത്രങ്ങളിൽ നിറച്ച് വെച്ചിട്ട് ആ പാത്രങ്ങളുടെ പേരോടുകൂടി അതിനെ അറിയപ്പെടുന്നു. അപ്പം കിണ്ടിയിലെ വെള്ളം, മുന്തയിലെ വെള്ളം, ചരുവത്തിലെ വെള്ളം എന്നൊക്കെ പറയുന്ന പോലെ ഓരോരുത്തരെയും തിരിച്ചറിയാൻ വേണ്ടി നാമകരണം നടത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ദാമോദരനെന്നും ബഷീറെന്നും ജോസഫ് എന്നും ഒക്കെ. പക്ഷേ താത്വികമായി നാമെല്ലാം ഒന്നു തന്നെയാണ്. ഈ പാത്രങ്ങളിലിരിക്കുന്ന വെള്ളം പൂർവ്വസ്ഥിതിയിലായി കഴിയുമ്പോൾ കിണ്ടിയിലെ വെള്ളം ഏതാണെന്നോ മൊന്തയിലെ വെള്ളം ഏതാണെന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. വളരെ ലളിതമായി ആത്മബോധത്തിലേക്ക് ഈ ലോകത്തിൽ ജഡമോഹികളായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ എത്തിക്കുന്ന വളരെ ലളിതമായ ഭാഷയിലാണ് ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ഇത് ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശക്തിയുടെ മഹാകാരുണ്യത്താൽ ഇത്ര അനുഗ്രഹപ്രദമായി മഹാശക്തി എഴുന്നള്ളി നിന്നുകൊണ്ട്, അതായത് കഴിഞ്ഞ മാസം 28-ാം തീയതി തൃക്കൊടിയേറ്റ് കർമ്മം, ഇന്ന് വാഴുന്ന മഹാശക്തി ആ തൃക്കരങ്ങളാൽ തൃക്കൊടി ഉയർത്തിയ നിമിഷം മുതൽ 10 ദിവസമായി നടക്കുന്ന, അതിനെ വർണ്ണനയ്ക്ക് അതീതമായി നിൽക്കുന്ന ഓരോ ദിവസങ്ങളിൽ നടന്ന പ്രോഗ്രാമുകളൊക്കെ പല വിധത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാം ചേർത്തുകൊണ്ട് അതിശയകരമായി ആനന്ദകരമായി നടത്തി തന്നു. ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ്. ഈ സമ്മേളനവും അതേ രീതിയിൽ അനുഗ്രഹപ്രദമായി നടത്തി തന്ന മഹാശക്തിയോട് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രകാശയാത്ര അവിടെ നിന്ന് തുടങ്ങി ഇതിവിടെ എത്തി. നാളെ പ്രഭാതത്തിൽ പൊന്നുതമ്പുരാനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ആദർശക്കൊടി ഇറക്കി നടക്കുന്ന ആ ചടങ്ങുകളോടുകൂടി ഈ പൂരം 143ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന് സമാപനം കുറിക്കുകയാണ്. 143ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവം ലോകത്തിന്റെ പൂരമാക്കി നടത്തുവാൻ ഞാനിതാ വിളംബരം പുറപ്പെടുവിക്കുന്നു എന്നാണ് പറഞ്ഞത്.
എൻ്റെ ദൂതഗണങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലേക്ക് അത് പ്രചരിപ്പിക്കണം, പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ തന്നെ ലോകത്തിനുണ്ടായ മാറ്റങ്ങൾ. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ആനന്ദവനം സ്വാമിജി നമ്മളുടെ തിരുസന്നിധിയിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ഓരോ പുണ്യജന്മങ്ങളെ ഇവിടെ എത്തിച്ച് ഇന്ന് ഈ അതിശയകരമായ രീതിയിൽ നടക്കുന്ന സമ്മേളനം വരെ എത്തിച്ചത്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് രാജനൈതിക രംഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി, അതായത് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നയാൾ മന്ത്രി. ആ സ്വാഭാവികമായും ആ മന്ത്രി എത്തിച്ചപ്പോൾ സർവ്വജനങ്ങളുടെയും പ്രാതിനിധ്യം അതിൽ കൂടി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മന്ത്രിയാണ്. അദ്ദേഹം എത്തിയപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളെയും ആണ് പൂർണ്ണമായും അത് പ്രതിനിധീകരിച്ച് ഇവിടെ എത്തി. ആധ്യാത്മിക മണ്ഡലത്തിലേക്ക് നോക്കുമ്പോഴാണ് 10 ലക്ഷം സന്യാസ പരമ്പരകളുടെ അധിപനെയാണ് മഹാശക്തി ഇവിടത്തേക്ക് സ്വീകരിച്ച് ഇരുത്തി ഈ സമ്മേളനത്തിലേക്ക് ആശീർവാദ പ്രസംഗം നടത്തിയത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വദ്യ പിതാവിനെ ഇവിടെ എത്തിച്ചത്, നന്ദാത്മജൻ സ്വാമിജി എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ബന്ധിച്ചിരിക്കുന്ന സർവ്വസന്താനങ്ങളുടെയും ആ പ്രേരണകൾ അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ പൂരമായിട്ടാണ് മഹാശക്തി നടത്തി തന്നത്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ എത്തിച്ചേർന്ന സന്താനങ്ങൾ, ഒരാഴ്ചയ്ക്ക് മുമ്പ് എത്തിയ സന്താനങ്ങൾ, ഏതാണ്ട് 12ഓളം രാജ്യങ്ങളിൽ നിന്ന് സന്താനങ്ങളെ ഇവിടെ എത്തിച്ചു. അപ്പോൾ അത് ലോകത്തിന്റെ ഒരു വിരാട് സ്വരൂപത്തെ ലോകത്തിലേക്ക് കാഴ്ചവെച്ചുകൊണ്ടാണ് മഹാശക്തി 143ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവം നടത്തി തന്നത്. ഇത് അടിയങ്ങളുടെ ഭാഗ്യകാലമാണ്. പൂരം പൂർണ്ണമാണ്. ആ പൂർണ്ണമായി തന്നെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് 144ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവം ഇതിനേക്കാൾ ഉപരിയായി നടത്തി തരണമേ എന്നുള്ള ഒരു സങ്കല്പത്തോടെ, യാചനയോടെ, പ്രാർത്ഥനയോടെ അടിയങ്ങളുടെ മഹാഗോപുരം അതിന് മഹാശക്തി അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആത്മലോകത്തിന് ദാനം ചെയ്യണമേ എന്നുള്ള സങ്കല്പത്തോടെ, പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഗുരുപാദയെ സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ജന്മനക്ഷത്ര സമ്മേളനത്തിൻ്റെ അവസാന പരിപാടി ആയിട്ട് കൊടുത്തിരിക്കുന്ന കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ നിക്ഷിപ്തമായിട്ടുള്ള കടമ. കഴിഞ്ഞ 28-ാം തീയതി തൃക്കൊടി ഉയർത്തി ഇന്ന് 10ാം ദിനത്തിലെത്തി. 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം ഏതാണ്ട് സമാപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി സാധാരണയിൽ നിന്നും ഭിന്നമായി വളരെ വിശിഷ്ടരായിട്ടുള്ള, ലോകപ്രസിദ്ധരായിട്ട് തന്നെ കരുതപ്പെടേണ്ടതായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ സ്റ്റേജിൽ ഇന്ന് ഈ വേദിയിൽ ഇപ്പോഴും ഇത്രയും സമയം മുഴുവൻ സമയവും ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്നത് കാണുമ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി കൂടി 2 വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ നടന്ന പരിപാടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ 10 പേജ് വരുന്ന നമ്മുടെ പ്രോഗ്രാം നോട്ടീസിൽ 10ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നടന്ന ഈ സമ്മേളനം, ജന്മനക്ഷത്ര സമ്മേളനം വരെയുള്ള പരിപാടികളിൽ ഏതാണ്ട് 100-ൽ പരം വിശിഷ്ട വ്യക്തികൾ, ലോകപ്രസിദ്ധരായിട്ടുള്ളവരുൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ആത്മീയ സംഘടനകളുടെ തലവന്മാരും ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടരെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ സംബന്ധിച്ച ഏതാണ്ട് 8-10 സമ്മേളനങ്ങൾ തന്നെ നടക്കുകയുണ്ടായി. അത് തന്നെ വൈവിധ്യമാർന്നതായിരുന്നു. ശിശു സമ്മേളനം, വനിതാ സമ്മേളനം, യുവജന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, ആധ്യാത്മിക സമ്മേളനം, ഇതിപ്പോ ഈ ജന്മനക്ഷത്ര സമ്മേളനം, ഇതെല്ലാം കൂടാതെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തെപ്പറ്റി ആ വിഷയം ഒരു സെമിനാർ തന്നെ ഒരു ദിവസം പൂർണ്ണമായിട്ട് 6-6.5 മണിക്കൂർ തുടർച്ചയായിട്ട് തുറന്നുകൊണ്ടിരുന്ന രീതിയിലൊക്കെ 2 ദിവസം മുമ്പ് നടത്തിയിട്ടുണ്ടായി. ഇപ്പം ഇതിനകത്ത് പേര് കൊടുത്തിട്ടുള്ളവരുടെ നമ്പർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 100-ൽ പരം പേര് വരും. ഇതിൽ വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതികൾ വരാതെ നിന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം
പ്രഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം നേരിട്ട് കേൾക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം തത്സമയ സംപ്രേഷണം കൂടി നടന്നിട്ടുള്ളത് കൊണ്ട് അടിയന് 2-4 ദിവസം വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ മീഡിയയിലൂടെ തന്നെ അത് പൂർണ്ണമായിട്ടുള്ള കേൾക്കാനും അറിയാനുമുള്ള അവസരവും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ 10 ദിവസവും നമ്മുടെ ഇവിടെ സമ്മേളനം നടക്കുമ്പോൾ രാപകലന്യെ താരാസ്തുതി അപ്പുറത്ത് നടക്കുന്നുണ്ട്, ജന്മനക്ഷത്ര സ്തുതി. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നോട്ടീസ് പ്രകാരം തന്നെ നോക്കുമ്പോൾ ഏതാണ്ട് വിദേശത്തു നിന്ന് ഉൾപ്പെടെ 72ഓളം ശാഖകൾ, ആത്മോദയ സംഘത്തിൻ്റെ ശാഖകളിൽ നിന്നുള്ള ശാഖാംഗങ്ങളാണ് ഇവിടെ വന്ന് പങ്കുകൊണ്ടിട്ടുള്ളത്. അപ്പം അപ്രകാരം ചിന്തിക്കുമ്പോൾ മുൻ വർഷങ്ങളെക്കാളൊക്കെ എത്രയോ ഉപരിയായ നിലയിൽ വളരെ വിജയപ്രദമായിട്ട് അനുകൂലമായ കാലാവസ്ഥയിൽ പൂർണ്ണമായ ജനബന്ധതയോടുകൂടി നടന്നിട്ടുള്ള പരിപാടികളാണ് ഇതെല്ലാം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആത്മോദയ സംഘം ട്രസ്റ്റിന്റെ കീഴിൽ ആണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നെന്നുള്ളതെങ്കിൽ കൂടി ഞങ്ങളുടെ പൊന്നമ്പറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഓരോ കാര്യങ്ങളും അതെപ്രകാരം നടക്കണമെന്നും ആരെ പങ്കുവെക്കണമെന്നും ഏതെല്ലാം രീതിയിൽ അത് ആസൂത്രണം ചെയ്യണമെന്നുള്ള സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ചിന്തിച്ച് അത് മുഴുവൻ വിജയപ്രദമായി നടത്തത്തക്കവണ്ണമുള്ള ചുമതലകൾ മറ്റുള്ളവരിലെല്ലാം ഏർപ്പെടുത്തി ഇത് നയിച്ചുകൊണ്ട് പോകുന്ന ഏക വ്യക്തിത്വം ഞങ്ങളുടെ അമ്പോറ്റിയാണെന്നുള്ളതാണ് അതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ പറഞ്ഞ മൺമറഞ്ഞുപോയ മഠാധിപതിമാർ അല്ലെങ്കിൽ ശരീരവാഴ്ചകളിൽ 26, 12, 17 വർഷങ്ങൾ നീണ്ടു നിന്നുള്ളത് ഞങ്ങൾ ഒരു വേണ കേട്ട് കഴിഞ്ഞാണ്. പൊന്നമ്പറ്റി ഇപ്പോൾ 8 വർഷം മാത്രമേ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഈ 8 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ശുഭാനന്ദ ഗുരുദേവന്റെ കാലത്ത് വിരലിലുണ്ടാകുന്നവർക്ക് പോലും ഭക്ഷണം കൊടുക്കാനെങ്കിലും പൂരത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വിലപിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നും മാറി ഇന്ന് ഏതവസ്ഥയിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ബോധ്യപ്പെട്ട് അതിൽ അഭിമാനപൂരിതരാകുന്നവരാണ് ഈ സംഘാംഗങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ അതിനെല്ലാം ഇടയാക്കിയ പൊന്നമ്പുരാനെ പറ്റി എന്തെങ്കിലും പറയാതെ കണ്ട് കടന്നു പോകുന്ന തെറ്റാണെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാനിടയത്. മറ്റൊന്ന്, വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട ആചാര്യ ശ്രേഷ്ഠന്മാരുൾപ്പെടെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പ്രസംഗത്തിനിടയില്ല പ്രാധാന്യം നൽകി സംസാരിച്ച ചില പദങ്ങളാണ് ഈ വെളിച്ചം, പ്രകാശം, ജ്വലിക്കുന്ന പ്രകാശം എന്നെല്ലാം തുടങ്ങുന്നുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ പ്രകാശത്തെ സ്പർശിക്കാതെ, പ്രകാശത്തെ പറ്റി പറയാതെ, വിശദീകരിക്കാതെ ഈ ഇപ്പം വേദിയിൽ വിശിഷ്ടരായിട്ടുള്ള 4 പേരും കടന്നുപോയിട്ടില്ല എന്നുള്ളതൊക്കെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ പ്രകാശത്തെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ ശുഭാനന്ദ ഗുരുദേവന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും ലളിതമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വേദതത്വങ്ങൾ മറ്റൊന്നില്ല എന്ന് സ്വാമി ഇവിടെ പറയുകയുണ്ടായി, നന്ദാത്മജാനന്ദ സ്വാമികൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരു പഠനമല്ല ഗവേഷണം തന്നെ നടത്തപ്പെടേണ്ടതായിട്ടുണ്ടെന്നുള്ള ഒരു നിർദ്ദേശവും ഗുരുദേവ സ്വാമിജി അവിടെ വെക്കുകയുണ്ടായി. ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഇന്നിവിടെ സന്നിഹിതനായിരുന്ന മന്ത്രി സജി ചെറിയാൻ അവർ കഴിഞ്ഞ പൂരാട ജന്മാക്ഷത്ര മഹോത്സവത്തിൽ ഇവിടെ സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായി. ശുഭാനന്ദ ഗുരുദേവന്റെ ജീവചരിത്രവും സംഘചരിത്രവും മുഴുവൻ പാഠ്യവിഷയമാക്കുകയും പാഠ്യവിഷയം എന്നുള്ള പഠന വിഷയമാക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യത്തക്കവണ്ണം ഒരു ഗവൺമെന്റ് സ്ഥാപനം തന്നെ ചെറുകോല ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഒരു കൊല്ലം കാലാവധിക്കുള്ളിൽ തന്നെ അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുമെന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അപേക്ഷകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പഠന കേന്ദ്രം, ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അവിടെ സ്വാമി പറഞ്ഞ കാര്യങ്ങളും അക്കൂട്ടത്തിൽപ്പെടും. അതോടൊപ്പം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ശുഭാനന്ദ ദർശനൻ മാസികയുടെ എഡിറ്ററായിട്ടുള്ള
നമ്മളെ ശ്രീമതി ഉമാദേവി അനിൽ എന്ന കോളേജിലേക്ക് അവര് മാസികയിൽ വളരെ നാളുകളായി കണ്ടശ ഈ ഗുരുദേവന്റെ കീർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കീർത്തനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് വേദങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി ഉള്ള ലേഖന പരമ്പരയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ലേഖന പരമ്പര ഈ പറയുന്ന പോലെ ഏതാണ്ട് ഗവേഷണം നടത്തി പഠനം നടത്തി തൻ്റെ കീർത്തനങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആഴമേറിയ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള സംസ്കൃതത്തിലും മറ്റുള്ള കീർത്തനങ്ങൾ വളരെ ലളിതമായിട്ട് മലയാളത്തിൽ അമ്പത്തി എങ്ങനെ പാടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ലേഖന പരമ്പര. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അതും പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാനാമത്തിലെ അനുബന്ധിച്ച് നടന്ന ജന്മനക്ഷത്ര സമ്മേളനത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ കടമകൾ നിർവഹിച്ചതിന് ശേഷം ഒന്ന് കടന്നു പോകാതെ ഈ പരിപാടി മുഴുവൻ പൂർത്തീകരിക്കുന്നത് വരെ ഇവർ വിശിഷ്ടരായിരിക്കുന്ന 4 വിശിഷ്ട അംഗങ്ങളുണ്ട്. അവരോട് ഉള്ള പ്രത്യേക നന്ദി ഇത് ഒറ്റ വാക്കിൽ. അപ്പോൾ ഇന്ന് ഈ ജന്മാക്ഷര സമ്മേളനത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സദയെത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഉടമകളായ ഇവിടെ എത്തി പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങളാൽ പ്രഭാഷണങ്ങളാൽ നമ്മളെ കൂടുതൽ കൂടുതൽ അറിവുള്ളവരാക്കി തീർത്ത ഈ താഴെ പറയുന്ന എല്ലാവർക്കും, അതായത് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സുവർണ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി സ്വാമി വിവേകാനന്ദൻ, സ്വാമി ഗീതാനന്ദൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെന്ന് നമ്മൾ സ്വയം കരുതുന്നതും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതുമായ ബഹുമാനപ്പെട്ട കേരള ഫിഷറീസ് ആൻഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ആശീർവാദ പ്രസംഗം നടത്തിയ പൂജനീയ മഹാമണ്ഡലേശ്വർ ജൂനാഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അവർ ആശീർവാദ പ്രസംഗം നടത്തിയ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രോപ്പൊലിത്ത, അദ്ദേഹം ബഹുമാനപ്പെട്ട യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അങ്കമാലി മൂവാറ്റുപുഴ മേഖലയുടെ മെത്രോപ്പൊലിത്തയാണ്. ഇത് കൂടാതെ മുഖ്യ ആശംസ നടത്തിയ ബഹുമാനപ്പെട്ട പ്രബുദ്ധ എഡിറ്ററും നമ്മളുടെ ആശ്രമവുമായിട്ട് വളരെ ഏറെ വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും തുടർച്ചയായിട്ട് നമ്മുടെ സമ്മേളനങ്ങളിലുമൊക്കെ പങ്കെടുത്ത് നമ്മളെ അനുഗ്രഹീതരാക്കിയിട്ടുള്ളതായ സ്വാമി നന്ദാത്മജാനന്ദ, ആശംസാ പ്രസംഗം നടത്തിയ നമ്മളുടെ ബഹുമാന്യായ സ്വാമി തപസ്യാനന്ദൻ, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട സുവർണ ട്രസ്റ്റ് മെമ്പറായ സ്വാമി വിവേകാനന്ദൻ, ഈശ്വര പ്രാർത്ഥന നടത്തിയ ശ്രീമതി മാനസ ആനന്ദ്, ഇതൊക്കെ കൂടാതെ കോമ്പയറിംഗ് നടത്തിയ ശ്രീമതി മാനസ ആനന്ദ്, അതോടൊപ്പം കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം കോമ്പയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് നമ്മളെ അതിന് കോമ്പയറിംഗിന് നിയുക്തയായിട്ടുള്ള ശ്രീമതി ഉമാദേവി അനിലും നമ്മുടെ MK രാജേന്ദ്രകുമാറും എല്ലാം ഇപ്രകാരം ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും പൊന്നുതമ്പുരാൻ അമ്പറ്റിയുടെ പേരിലും ബഹുമാനപ്പെട്ട ആത്മബോധ സംഘം ട്രസ്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഭക്തജനങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ സെക്രട്ടറി സ്വാമി ഇവിടെ പറഞ്ഞതുപോലെ
ഒറ്റ വാചകത്തിൽ എന്ന് പറഞ്ഞു തീർക്കട്ടെ. ഒരു മാസത്തിന് മുമ്പ് മുതൽ തുടങ്ങി ഈ ആശ്രമവും പരിസരങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, പാചക കാര്യങ്ങൾ ഉൾപ്പെടെ, പെയിന്റിങ് കാര്യങ്ങൾ ഉൾപ്പെടെ, അലങ്കാരിക കാര്യങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട് 100 കണക്കിന് ഭക്തജനങ്ങൾ ഇതിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വോളണ്ടിയർമാരായിട്ട് തന്നെ 100 കണക്കിന് ഭക്തജനങ്ങൾ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ഇവരെല്ലാം ചെയ്ത സേവനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മുഴുവൻ ആഘോഷങ്ങളും വിജയപ്രദമാക്കി തീർക്കാൻ കഴിഞ്ഞതെന്നുള്ളത് നന്ദിപൂർവ്വം സ്മരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്രകാരം എല്ലാം മറന്ന് വീട് ഉപേക്ഷിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഉപരി ഇവിടെ വന്ന് താമസിച്ച് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുൾപ്പെടെയുള്ള മുഴുവൻ ലൈറ്റും സൗണ്ടും മറ്റു കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് കൃത്യനിർവഹണം നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ട്രസ്റ്റിൻ്റെ പേരിലും ഭക്തജനങ്ങളുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ 10 ദിവസത്തെ മുഴുവൻ പരിപാടികളിലും അനുകൂലമായ കാലാവസ്ഥയിൽ യാതൊരുതരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാതെ അനുസ്യൂതം വിജയപ്രദമായി നടത്തിത്തന്ന പൊന്നമ്പൂറ്റിയായ നമ്മുടെ എല്ലാം കാണപ്പെട്ട ദൈവമായ ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികൾ ദീർഘകാലം അഷ്ടൈശ്വര്യങ്ങളോടെ സുഖത്തോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും സർവകലകളോടും ദീർഘായുസോടും കൂടി ഈ സന്നിധാനത്ത് വാഴുന്നതുകൊണ്ട് ആത്മീയോരക്ഷ ചെയ്ത് ആദർശം ലോകമെമ്പാടും ശാഖകളും മറ്റു കാര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് സുഭാനന്ദ ആദർശം ലോകമെമ്പാടും പ്രകടിപ്പിച്ചുകൊണ്ട് സന്നിധാനത്ത് വാഴണമേ എന്നുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും നിരന്തരമായ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടുകൊണ്ട് വീണ്ടും അതിലേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നുള്ള അപേക്ഷയോട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അടിയൻ്റെ എളിയ വാക്കുകൾ ഗുരുവാദയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി